ഗുഡ് ഈവനിങ് ഓൾ. നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന 3 സബ്ജക്ട്സിലായിട്ടുള്ള നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലെ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 40 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയുണ്ടായി. അപ്പൊ ആ വീഡിയോ കഴിഞ്ഞപ്പോൾ ധാരാളം കുട്ടികൾ സാർ അതിന്റെ തുടർന്നുള്ള അടുത്ത സബ്ജക്ട്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ധാരാളം പേര് മെസ്സേജ് അയക്കുകയുണ്ടായി, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾ. സോ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വൈകിയ വേളയിലും നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 40 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ സമയം കിട്ടിയാൽ ഒന്ന് ഈ ചോദ്യങ്ങൾ കൂടി ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പോകുക കേട്ടോ. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ്. സോ കോൺഫിഡന്റ് ആയിട്ട് പോവുക. നമ്മൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി കോൺഫിഡന്റ് ആയിട്ട് പോയി എക്സാമിന് കൃത്യമായിട്ട് പോയി നന്നായിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക്. സോ ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 40 ഷുവർ ഷോർട്ട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്ന ഒരു 40 ചോദ്യങ്ങൾ എല്ലാ ടോപ്പിക്കിലും കവർ ചെയ്തിട്ടുള്ള ഒരു 40 ചോദ്യങ്ങളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഈസ് കോൾഡ്. ഡെവലപ്പിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, മാനേജ്മെന്റ്. എന്താണ് ആ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് അല്ലെ? ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഈസ് കോൾഡ്. സോ ഇത് മാനേജ്മെന്റിന്റെ തന്നെ ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ് അല്ലെ? മാനേജ്മെന്റ് ഡെഫിനിഷൻ. സോ ആരാണ് ഈ ഡെഫിനിഷൻ കൊടുത്തത്? ഈ ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? മാനേജ്മെന്റിന്റെ ഈ ഒരു ഡെഫിനിഷൻ ഈ ഡെഫിനിഷൻ കൊടുത്ത ഹാരോൾഡ് കൂൺസ് ആണ് കേട്ടോ. ഹാരോൾഡ് കൂൺസ് ഒന്ന് പഠിച്ചു വെച്ചോളാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, മറന്നു പോകരുത്. സോ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ബൈ ഹാരോൾഡ് കൂൺസ്. എക്സാം ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, ഹു ഹാസ് ഗിവൻ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഡാനിയൽ ഫ്രോഡ്, മേരി ഫോളറ്റ്, ഹെൻറി ഫയോള്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ആരാണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രപ്പോസ് ചെയ്തത്? ആരാണ് ആൻസർ? യെസ്, ആൻസർ ഒരു ഡൗട്ടും വേണ്ട, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഹെൻറി ഫയോൾ ആണ് അല്ലെ? ഹെൻറി ഫയോൾ ആണ്. സോ ഹെൻറി ഫയോൾ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രപ്പോസ് ചെയ്തത്. സോ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ഹെൻറി ഫയോൾ ആണ്. ഫാദർ ഓഫ് ഫങ്ഷണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹെൻറി ഫയോൾ ആണ്. ഓർത്ത് വെക്കേട്ടോ. സോ 14 പ്രിൻസിപ്പിൾസ് ഒന്ന് അറിഞ്ഞു വെക്കണം, കാരണം ക്വസ്റ്റ്യൻ ഇതിനകത്തൊന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതിൽ അതോറിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിസിപ്ലിൻ, ദാറ്റ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ, ദാറ്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ, സ്കെയിലാർ ചെയിൻ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ, ഇനിഷ്യേറ്റീവ്, എസ്പെരിറ്റ്, ഡി കോപ്സ്. ഇങ്ങനെ 14 പ്രിൻസിപ്പിളുകളാണ് ഹെൻറി ഫയോൾ പ്രപ്പോസ് ചെയ്തത്. സോ ഓർത്ത് വയ്ക്കുന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ്. എസ്പെരിറ്റ് ഡി കോപ്സ് അതുപോലെ കേരള PSC ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് യൂണിറ്റി സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത്, യൂണിയൻ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നതാണ് എസ്പെരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ഇതൊക്കെ പഠിച്ചതാണ്, മറന്നു പോകും. സോ ഈ 14 പ്രിൻസിപ്പിൾസ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. സോ നമ്മൾ ഇതിലും എല്ലാം ക്വിക്ക് റിവിഷൻ ബൂസ്റ്റർ പോയിന്റ്സ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്, അല്ലാതെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ടൈം അല്ല അത്. യെസ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, എവരി സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ആൻഡ് ബി അക്കൗണ്ടബിൾ to only one supervisor is called. Unity of direction, unity of command, centralization, scalar chain. ഏതാണ് ഇതില്? എവരി സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയർ. അതുപോലെ അയാൾക്ക് മാത്രമാണ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്, അയാളോട് മാത്രം. ഏതാണ് ആൻസർ? യെസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, യൂണിറ്റി ഓഫ് കമാൻഡ് ആണ് അല്ലെ? ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഡൗട്ടില്ലല്ലോ? യെസ്, യൂണിറ്റി ഓഫ് കമാൻഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ യൂണിറ്റി ഓഫ് കമാൻഡും സ്പാൻ ഓഫ് കൺട്രോളും രണ്ടും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയാം പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്, വിച്ച് മീൻസ് എവരി സബോർഡിനേറ്റ് മസ്റ്റ് റിസീവ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻ and be accountable to only one superior to improve performance of employee and to prevent overlapping order and instruction. നമ്മൾ ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഡയറക്ഷൻസ് നമ്മൾ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പലരിൽ നിന്ന് നമ്മൾ അഡ്വൈസുകൾ മേടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പറയുന്നത് അല്ലെ? സോ അത് വെറുതെ നമ്മൾ ഓരോ രീതിയിൽ
സമയം കൂടുതലായിട്ട് എടുക്കും, ചില പ്രോപ്പർ ആയിട്ട് രീതിയിലായിരിക്കില്ല പോകുന്നത്. സോ ഒരു ആളുടെ ഇതിൽ നിന്ന് മാത്രമേ നമ്മൾ ഡയറക്ഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത എക്സാം ക്വസ്റ്റ്യൻ സ്പാൻ ഓഫ് കൺട്രോൾ, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ സ്പാൻ ഓഫ് കൺട്രോൾ. സോ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ മാനേജർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ് ആൻഡ് ഗൈഡ്. ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർക്ക് എത്ര സബോർഡിനേറ്റ്സിനെ എഫക്റ്റീവ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ കഴിയും, ആ എണ്ണമാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ. ഓക്കെ അല്ലെ? രണ്ട് ചോദ്യങ്ങൾ. നാലാമത്തെ ചോദ്യം, അഡ്മിനിസ്റ്റർ എലമെന്റ് പോസ്റ്റ് ഡി കോർബ് ഡിസ്ക്രൈബ്ഡ് ബൈ. പോസ്റ്റ് ഡി കോർബ് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഫ്രെഡറിക് വിൻസ്ലോറ്റ് ടൈലർ, ലൂഥർ ഗുള്ളിക്കർ, ഹെൻറി ഫയോൺ, മാക്സ് വെബർ. ആരാണ് പ്രപ്പോസ് ചെയ്തത് പോസ്റ്റ് ഡി കോർബ്? യെസ്, ലൂഥർ ഗുള്ളിക് ആണ് അല്ലെ? ഓപ്ഷൻ ബി റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ലൂഥർ ഗുള്ളിക്. മറന്നു പോരുത്, ലൂഥർ ഗുള്ളിക്. ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് ലൂഥർ ഗുള്ളിക് ആണ്. ഫാദർ ഓഫ് മാനേജ്മെന്റ് ലൂഥർ ഗുള്ളിക്. അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചണം ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് FW ടൈലർ ആണ്, അല്ലെങ്കിൽ ഫ്രെഡറിക് വിൻസ്ലോറ്റ് ടൈലർ ആണ്. മറന്നു പോരുത് രണ്ടും തമ്മിൽ. ഫാദർ ഓഫ് മാനേജ്മെന്റ് ലൂഥർ ഗുള്ളിക് എന്നറിയപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, അതിൽ ഡിഫറൻസുകൾ പല ചില ടെക്സ്റ്റുകൾ പറയുന്നുണ്ട്, എങ്കിലും ഒന്ന് മനസ്സിലാക്കിയോ. പക്ഷെ എക്സാം ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഫ്രെഡറിക് വിൻസ്ലോറ്റ് ടൈലർ അല്ലെങ്കിൽ FW ടൈലർ ആണ്. കിട്ടിയോ? സോ ഇനി എലമെന്റ്സ്, ദാറ്റ് ഈസ് പോസ്റ്റ് ഡി കോർബ് കൃത്യമായിട്ട് പഠിച്ചോളൂ. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ പോസ്റ്റ് ഡി കോർബ് പ്രപ്പോസ് ചെയ്തത് ലൂഥർ ഗുള്ളിക് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടാതെ ചോദിക്കുന്നത് ഈ പോസ്റ്റ് ഡി കോർബിന്റെ P എന്താണ്, O എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, S എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, D എന്താണ്, C എന്താണ്, O എന്താണ്, R എന്താണ്, B എന്താണ്. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം ആണ്. ഇതിലെ ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാം. സോ P എന്ന് പറയുന്ന പ്ലാനിങ്, O ഓർഗനൈസിങ്, ദെൻ S സ്റ്റാഫിംഗ്, D ഡയറക്റ്റിംഗ്, CO കോർഡിനേറ്റിംഗ്, ദെൻ R റിപ്പോർട്ടിംഗ്, B എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ്. സോ ഇത്രയും എലമെന്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. പോസ്റ്റ് ഡി കോർബ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോഓർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ ഈ പോസ്റ്റ് ഡി കോർബും. അതിന്റെ ഓരോ ലെറ്ററും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ അത് കാണാം. നോക്കി അടുത്ത ചോദ്യം. ദ വേർഡ് പോസ്റ്റ് ഡി കോർബ് ആണ്, സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്, കാർബ് അല്ല കോർബ്. പോസ്റ്റ് ഡി കോർബ് ആണ്, തെറ്റിപ്പോയത്. കോർബ് ഡിസ്ക്രൈബ്സ് ദ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് S സ്റ്റാൻഡ്സ് ഫോർ. ഈ പോസ്റ്റ് ഡി കോർബിലെ S എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സൂപ്പർവിഷൻ, സ്റ്റാഫിംഗ്, സെലക്ടിംഗ്, സെക്യൂറിംഗ്. ഏതാണ്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചോളൂ അല്ലെ? യെസ്, സ്റ്റാഫിംഗ് ആണ്. ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് സ്റ്റാഫിംഗ് അല്ലെ? സ്റ്റാഫിംഗ്, ഓപ്ഷൻ ബി സ്റ്റാഫിംഗ്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? യെസ്, സ്റ്റാഫിംഗ് ആണ്. ആറാമത്തെ ചോദ്യം, this function of management related to placing the right person at right job. ഒരു ഓർഗനൈസേഷനിലെ കറക്റ്റ് ജോബിലേക്ക് കറക്റ്റ് വ്യക്തികളെ പ്ലേസ് ചെയ്ത് അതിനെ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് പേഴ്സണെ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, പ്ലാനിംഗ്, കൺട്രോളിംഗ്. ഏതാണ് ആൻസർ? ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഈസ് സ്റ്റാഫിംഗ് ആണ് അല്ലെ? സ്റ്റാഫിംഗ്, ഓപ്ഷൻ ബി സ്റ്റാഫിംഗ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഓപ്ഷൻ ബി സ്റ്റാഫിംഗ്. സോ സ്റ്റാഫിംഗ് രണ്ട് LMR പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫില്ലിംഗ് ആൻഡ് കീപ്പിംഗ് ഫിൽഡ് ദ പൊസിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഓരോ ജോബ് പൊസിഷനും അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക, ദാറ്റ് ഈസ് സ്റ്റാഫിംഗ്. റൈറ്റ് പേഴ്സണെ കണ്ടുപിടിച്ച് അതിനെ ഫില്ല് ചെയ്യുക. സോ ഈ റൈറ്റ് പേഴ്സണെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് റിക്രൂട്ട്മെന്റ്. എക്സാം ക്വസ്റ്റ്യൻ, റിക്രൂട്ട്മെന്റ് ആൻഡ് ടൈപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, മറന്നുപോയത്. സോ റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് prospective employees and stimulating them to apply for the job in the organization. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. പറഞ്ഞത് സ്റ്റാഫിങ്ങും റിക്രൂട്ട്മെന്റും അതുപോലെ റിക്രൂട്ട്മെന്റ് ടൈപ്പുകളും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നുപോയത് കേട്ടോ. ഏഴാമത്തെ ചോദ്യം, which of the following is one of the most popular and useful ways of showing activities displayed against time, where on the left side is a list of the activities represented by a bar
and along the top is a time scale reflecting the start date, duration, end date of the activities. Nomogram, Gantt chart, work analysis, rotation plan. ഏതാണ്? സോ കൃത്യമാണെന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഓരോ ടൈം പീരീഡ് ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഏറ്റവും മുകളിൽ ടൈം പീരീഡ് ആണ് പറയുന്നത് കേട്ടോ. ടൈം സ്കെയിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ബാറുകളിൽ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് റെപ്രസെന്റഡ് ബൈ എ ടാസ്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ടാസ്കുകളും ഓരോ മാസങ്ങൾ അല്ലെ ഓരോ ടൈമിലും കംപ്ലീറ്റ് ചെയ്യേണ്ടത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ വൈ ആക്സിസിൽ എന്ത് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്? where the left side is a list of activities presented by bar ആണ് അല്ലെ. ഇതിന്റെ ഇതിൽ ബാർ ആണ് ആക്ടിവിറ്റീസ്, ഓരോ ആക്ടിവിറ്റികൾ. ക്ലിയർ ആണോ? സോ അങ്ങനെയുള്ള ചാർട്ടിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിനകത്ത് 3 റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഗാണ്ട് ചാർട്ട്, 2 പെർട്ട് അനാലിസിസ്, 3 CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെ. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇതില് ഇവിടെ ഏതാണെന്നാണ് ചോദ്യം. സോ ഇങ്ങനെ പറയുന്ന ഏതാണ്? ടൈമും ബാർ ചാർട്ടും ഒക്കെ വരുന്ന ഏതിലാണ്? ഗാണ്ട് ചാർട്ടിലാണ് അല്ലെ. ഓപ്ഷൻ ബി ഗാണ്ട് ചാർട്ടാണ്. ക്ലിയർ അല്ലേ? ബാർ ഒക്കെ വരുന്നത് ഏതാണ്? ഗാണ്ട് ചാർട്ടാണ്. യെസ്, നോക്കി കണ്ടോ, ഇതാണ് ഗാണ്ട് ചാർട്ട്. ടാസ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ വലത്തേക്ക് ടൈം പീരീഡുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓരോ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത് കണ്ടോ ബാറായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്, തെറ്റിപ്പോരുത് കേട്ടോ. സോ അപ്പൊ ഗാണ്ട് ചാർട്ട് ഇൻവെന്റഡ് ബൈ ഹെൻറി ഗാണ്ട് ഇൻ 1910 ആണ്. അതിന് ഹാർമോണോഗ്രാം എന്ന് പറയും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ ബാർ ചാർട്ട് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ്സ് എ പ്രോജക്ട് ഷെഡ്യൂൾ ഇൻ എ പ്രോജക്ട് പ്ലാനിങ്. നമ്മളൊരു പ്രോജക്ട് പ്ലാൻ ചെയ്യാം. നമ്മളൊരു നമ്മളെപ്പോഴും ഒരു വീട് വെക്കുന്ന പ്ലാൻ ഇല്ല ആദ്യം, അല്ലെങ്കിൽ നിങ്ങളൊരു റിസർച്ച് ചെയ്യുന്ന പ്ലാൻ. ആദ്യത്തെ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അടുത്ത മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിന്റെ അടുത്ത മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമ്മൾ ടൈം പീരീഡ് അനുസരിച്ച് എന്ത് ചെയ്യാണ്, ഒരു ബാർ ചാർട്ട് വരച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണ് ഗാണ്ട് ചാർട്ട് എന്ന് പറയുന്നത്. So that this chart lists the task to be performed on the vertical axis and time interval on the horizontal axis. The width of the horizontal bar shows the duration of each activity. Clear? ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഈ ഗാണ്ടും പെർട്ടും അതുപോലെ തന്നെ CPM 3 റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് മെത്തേഡ് 3 ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പെർട്ടിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി 8ാമത്തെ ചോദ്യം. 4 terms that are required to construct a PERT network are events, activities, dash and dash. Events പറഞ്ഞു, activities പറഞ്ഞു. ഇനി 2 പേര് കൂടെ ഉണ്ടല്ലോ അതിന്റെ കൂടെ. Critical path and estimated time, crucial path and slack time, crucial path and earliest date, slack time and critical path. ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട. ഓപ്ഷൻ ഡി, ദാറ്റ് സ്ലാക്ക് ടൈം ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് ആണ്. സ്ലാക്ക് ടൈമും ഫ്ലോട്ടും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, മറന്നു പോരുത്. സ്ലാക്ക് ടൈം ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് ആണ്. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും വേണ്ട. സോ പെർട്ടിന്റെ ഫുൾ ഫോം തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പെർട്ടിന്റെ ഫുൾ ഫോം ദാറ്റ് ഇസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, PERT. So it is a model designed to examine and represent the task involved in completion of a given project or program. ഇതും ഒരു നെറ്റ്വർക്ക് അനാലിസിസ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ നോക്കിയേ, ഓരോ ആക്ടിവിറ്റീസും ഇന്റർ കണക്റ്റഡ് ആണ്. ആക്ടിവിറ്റീസുകളെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ചാർട്ട് വരയ്ക്കുകയാണ്. കണ്ടോ, ഓരോ ആക്ടിവിറ്റീസും ഓരോ ടാസ്കുകൾ അതിൽ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. സോ അപ്പൊ PERT എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് സെവറൽ ആക്ടിവിറ്റി ആൻഡ് സബ് ആക്ടിവിറ്റീസ് ലൈക്ക് ഇവന്റ്, ആക്ടിവിറ്റി, ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് പാത്ത് ഇൻ ടൈം ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. കേട്ടോ, ആ ഒരു പാർട്ടിക്കുലർ നമ്മൾ ആ വീട് വെക്കുന്ന ഒരു കാര്യം എടുത്താൽ മതി. ആ വീട് പണി തുടങ്ങി അതിന്റെ ഫൈനൽ ഇതിൽ കണക്ട് ചെയ്ത് ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ടാസ്കുകൾ നടക്കാം. സോ ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് അതിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നത്. ആ ടാസ്ക് തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് ആണ് ക്രിട്ടിക്കൽ പാത്ത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ലാസ്റ്റ് സ്ലാക്ക് ടൈം. സ്ലാക്ക് ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓവറോൾ പ്രോജക്ട് കംപ്ലീഷൻ അഫക്റ്റ് ചെയ്യാതെ ഒരു ടാസ്ക് നമുക്ക് എത്രത്തോളം ഡിലേ ചെയ്യിപ്പിക്കാം, ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് സ്ലാക്ക് ടൈം. അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ പഠിച്ചതാണ്, മറന്നു പോരുത്. സോ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് എ പ്രോജക്ട് ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഹാവിംഗ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ പ്രോജക്ട് കംപ്ലീഷൻ. പ്രോജക്ട് കംപ്ലീഷൻ, ടോട്ടൽ കംപ്ലീഷൻ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് എത്രത്തോളം ഡിലേ ചെയ്യാം, അതിനെയാണ് സ്ലാക്ക് ടൈം എന്ന് വിളിക്കുന്നത്. സോ 4 കാര്യങ്ങൾ: ഇവന്റ്, ആക്ടിവിറ്റി, സ്ലാക്ക് ടൈം ആൻഡ് ക്രിട്ടിക്കൽ പാത്ത്.
കേട്ടോ. ഓരോ ആക്ടിവിറ്റീസ് അതിന്റെ ബ്രാക്കിൽ നോർമലി ടൈം പീരീഡ് എത്രയെന്ന് കൊടുത്തിട്ട് എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത്. 9ാമത്തെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോർട്ട് ഇൻ സോർട്ട് അനാലിസിസ് റെഫേഴ്സ് ടു സോർട്ട്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. SWOT എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോർട്ട്. യെസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഒബ്സർവേഷൻ, ടെക്നിക്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഒബ്സർവേഷൻസ്, ത്രെഡ്സ്. സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റി, ടെക്നിക്. എന്താണ് സോർട്ട് അനാലിസിസിൽ സോർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, എസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, W എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്, O എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്, T എന്ന് പറയുന്നത് ത്രെട്ടുകളാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്സ്. സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ സോർട്ട് അനാലിസിസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെട്ട് അനാലിസിസ് ആണ് സോർട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. സോ സോർട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ അതിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അതിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇനിയുണ്ട്, അതിൽ എന്തൊക്കെ ത്രെട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട്, ബാരിയറുകളുണ്ട്. സോ അതെല്ലാം മനസ്സിലാക്കി ആ ഒരു ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ബെറ്റർ ആകാൻ അല്ലെങ്കിൽ നമ്പർ 1 ആകാനായിട്ട് പുതിയ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സോർട്ട് അനാലിസിസ്. സോ ഇറ്റ് ഇസ് എ ഫ്രെയിംവർക്ക് യൂസ്ഡ് ടു ഇവാലുവേറ്റ് എ കമ്പനീസ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ ആസ് കമ്പയർ ടു അതർ കോമ്പറ്റീറ്റർ. മറ്റ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നോക്കുമ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്. സോ ഇനി അത് മുന്നിലേക്ക് വരാൻ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജിക് പ്ലാനുകൾ ഉണ്ടാക്കണം. സോ അതിനാണ് സോർട്ട് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു, വീക്ക്നെസ്സുകൾ മനസ്സിലാക്കുന്നു, ഇനി എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു, അതിലെ ത്രെട്ടുകളും അവരെ ഐഡന്റിഫൈ ചെയ്ത് ഒരു പുതിയ സ്ട്രാറ്റജിക് പ്ലാനിങ്ങുകൾ ഡെവലപ്പ് ചെയ്യാണ്. ദാറ്റ് ഈസ് സോർട്ട് അനാലിസിസ്. ക്ലിയർ? വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ കേട്ടോ, നോട്ട് ചെയ്യണം. 10ാമത്തെ ചോദ്യം, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഡിഫറെന്റ് പൊസിഷൻസ് in a hierarchy of an institution showing channel of communication and authority is called functional charter, organizational charter, executive function, pre-organization. ഒന്നുമില്ല, നല്ല സിമ്പിൾ ആണ്. അതായത് നിങ്ങളുടെ നഴ്സിംഗ് കോളേജിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഹയറാർക്കിലുണ്ട് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പ്രിൻസിപ്പൾ ആണ് അല്ലെ. അതിന്റെ തൊട്ട് താഴെ അസോസിയേറ്റ് പ്രൊഫസർ ഉണ്ട്, അതിന്റെ താഴെ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, അതിന്റെ ലെക്ചേഴ്സ് ഉണ്ട്, ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്. ഇതെല്ലാം ആ ഒരു ഹൈറാർക്കിയൽ ചാർട്ടിൽ അറേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട്, ദെൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് സൂപ്രണ്ടുമാര്, ഹെഡ് നേഴ്സ്, നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1, നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 2, ക്ലീനിങ് സ്റ്റാഫ്, ഇങ്ങനെ ഹൈറാർക്കി ഉണ്ട് അല്ലെ. ഈ ഒരു ഹൈറാർക്കിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ് ഈസ് ഓർഗനൈസേഷണൽ ചാർട്ട്. അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഓർഗാനോഗ്രാം അല്ലെ. ഓർഗാനോഗ്രാം ക്ലിയർ അല്ലേ? എല്ലാം പഠിച്ചതാണ്. ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഓർഗാനോഗ്രാം ഇസ് എ സിമ്പിൾ ഡയഗ്രമാറ്റിക് മെത്തേഡ് ഡിസ്ക്രൈബിംഗ് ദാറ്റ് ഹൗ ആൻ ഓർഗനൈസേഷൻ ഇസ് സ്ട്രക്ചേർഡ്. ആ ഒരു ഹൈറാർക്കിയിൽ ഹൗ ദ പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. സോ ആ ഒരു ഹൈറാർക്കി ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഓർഗാനോഗ്രാം. സോ ഈ ഓർഗനൈസേഷൻ ചാർട്ടിന് 3 ടൈപ്പ് ഉണ്ട്. ദാറ്റ്സ് ഹൈറാർക്കിയൽ ഉണ്ട്, മെട്രിക്സ് ആൻഡ് ഫ്ലാറ്റ് ഓർ ഹൊറിസോണ്ടൽ. 3 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഹൈറാർക്കിയലാണ് ഒന്ന് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. ഹൈറാർക്കിയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ബേസിസിൽ ഏറ്റവും ഹയസ്റ്റ് ആരാണ്, അതിന്റെ തൊട്ട് താഴെ ആരാണ്, അതിന്റെ താഴെ ആരാണ്, ആ ഒരു ഹൈറാർക്കിയൽ ലെവലിൽ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ. ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ ചാർട്ട് കേട്ടോ, ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ ചാർട്ട്. യെസ്. 11ാമത്തെ ചോദ്യം, a formal defined relation between human resource who work together in an organization is called organizational structure, hierarchy, institutional design, institutional structure. ഇതാണ് ഒരു ഓർഗനൈസേഷനിലെ ഓരോ ഹ്യൂമൻ റിസോഴ്സുകളും അവര് അതിലെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് പറയുന്ന പേരെന്താണ്? ഏതാണ്? ഒരു ഡൗട്ടും വേണം, ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ആണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ. യെസ്. സോ ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് എ ഫ്രെയിംവർക്ക് ദാറ്റ് ഡിക്റ്റേറ്റ്സ് ഹൗ ടാസ്ക്സ് ആർ അലോക്കേറ്റഡ്, കോർഡിനേറ്റഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്.
ആ ഫ്രെയിം വർക്കിന് പറയുന്ന പേരാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി ഓർഗനൈസ് ചാർട്ട് ആണെങ്കിലോ ഇസ് ദ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് ഓർഗനൈസേഷണൽ ചാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. 12ാമത്തെ ചോദ്യം, വിച്ച് അസസ്മെന്റ് മെത്തേഡ് വിൽ ബി യൂസ്ഡ് ആഫ്റ്റർ ദ ക്ലയന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്? ക്വാളിറ്റി അഷുറൻസ്, കൺകറന്റ് ഇവാലുവേഷൻ, റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ, ഓഡിറ്റിംഗ്. വിച്ച് അസസ്മെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇവാലുവേഷൻ മെത്തേഡ് വിൽ ബി യൂസ്ഡ് ആഫ്റ്റർ ദ ക്ലയന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്? ക്ലയന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന പേരെന്താണ്? പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കിട്ടും? യെസ്, നമ്മുടെ നേഴ്സസ് ചാർട്ടും പേഷ്യന്റെ കേസ് ഷീറ്റും ലാബ് റിപ്പോർട്ടും ഒക്കെ എടുത്ത് നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ ഡേറ്റ കിട്ടുള്ളൂ. സോ നമ്മൾ പുറകിലേക്ക് ആണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെ? പുറകിൽ നിന്ന് പാസ്റ്റ് ഡേറ്റകൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ. പുറകിലേക്ക് റിട്രോഗ്രേഡ് അംനീഷ്യ പഠിച്ചിട്ടുണ്ട് അല്ലെ? റിട്രോസ്പെക്റ്റീവ് ഇവാലുവേഷൻ മറന്നുപോകരുത്. ഇനി ഓഡിറ്റ് നമ്മൾ പഠിക്കും, മറന്നുപോകരുത്. റിട്രോസ്പെക്റ്റീവ് പുറകിലോട്ടുള്ള ഇവാലുവേഷൻ ആണ്. ഇനി കൺകറന്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാലോ, പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ തന്നെ ത്രൂ ഔട്ട് ഇവാലുവേഷൻ നടത്തുകയാണ്. അതിനാണ് കൺകറന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പഠിച്ച ഫോർമാറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷൻ എടുത്താൽ മതി. ഫോർമാറ്റീവ് ഓൺ ഗോയിങ് ആണ്, സമ്മേറ്റീവ് അറ്റ് ദ എൻഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ളത് റിട്രോസ്പെക്റ്റീവ്. ക്ലിയർ? കൺകറന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഉള്ളപ്പോൾ തന്നെ റെഗുലർ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, അസസ് ചെയ്യണം. ക്ലിയർ? യെസ്. സോ റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ബാക്ക് എന്നാണ്. ഓഡിറ്റ് മീൻസ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പഴയ കാര്യം എന്ത് നടന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാണ്. ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ക്യാരിഡ് ഔട്ട് ബൈ യൂസ് ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റൈൻഡ് ബൈ ദ നഴ്സ് ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഓഫ് പേഷ്യന്റ്. ഇനി ഓഡിറ്റ് പെർഫോംഡ് ഡ്യൂറിംഗ് ആൻഡ് വെൻ ദ കെയർ ഈസ് ഗിവിംഗ്. ആ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെയുള്ള ഇവാലുവേഷൻ ആണ് കൺകറന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയും. നമ്മൾ അടുത്ത് നഴ്സിംഗ് ഓഡിറ്റ് പഠിക്കും. നഴ്സിംഗ് ഓഡിറ്റ് അതിന്റെ രണ്ട് ടൈപ്പാണ്, കൺകറന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആൻഡ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഇവാലുവേഷൻ. ഓക്കെ അല്ലേ? യെസ്, കൺകറന്റ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ്. 13ാമത്തെ ചോദ്യം, കണ്ടിന്യൂയിങ് പ്രോസസ് ഓഫ് മെഷറിംഗ് സർവീസസ്, പ്രോഡക്ട്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ against the strongest competitors in quality control and quality assurance is known as quality improvement, benchmarking, quality assurance and auditing. So continuing process of measuring services, products and practices of an organization against the strongest competitor. അവിടെ തന്നെ ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും അല്ലെ? നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഓർഗനൈസേഷനെ മറ്റൊരു ഏറ്റവും മികച്ച ഒരു ഓർഗനൈസേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് വീക്ക് ആയിട്ടുള്ളത്, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഇനി ഇംപ്രൂവ് ചെയ്യണം, അവരെങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്, അവർ നമ്പർ 1 ആയി നിൽക്കുന്നത്, അവർ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കൂടുതൽ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്പർ 1 ആകാം, നമുക്ക് എങ്ങനെ അവരെ പോലെ മുന്നിലെത്താം. ദാറ്റ് ഈസ് ഏത് മെത്തേഡാണ്? ബെഞ്ച് മാർക്കിംഗ് ആണ് അല്ലെ? ബെഞ്ച് മാർക്കിംഗ്, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ബെഞ്ച് മാർക്കിംഗ്, നമുക്കും അവരെ കൂടുതൽ സർവീസും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ പോലെ നമ്പർ 1 ആകാൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഓർഗനൈസേഷൻ ആയിട്ട് മാറാൻ കഴിയും. സോ ആ മെത്തേഡ് പറയുന്ന പേരാണ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ബെഞ്ച് മാർക്കിംഗ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ബെഞ്ച് മാർക്കിംഗ്. സോ അപ്പൊ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രോസസ് ഓഫ് മെഷറിംഗ് സർവീസസ്, പ്രോഡക്ട്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ അഗൈൻസ്റ്റ് ദ സ്ട്രോങ്സ്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. അവരുമായിട്ട് കമ്പയർ ചെയ്യാണ്. നമ്മുടെ സർവീസസ് എങ്ങനെയുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതെല്ലാം കൂടുതൽ അവർ കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുന്നതാണ് ബെഞ്ച് മാർക്കിംഗ്. സോ വൈ ആർ അതേഴ്സ് ബെറ്റർ, ഹൗ ആർ അതേഴ്സ് ബെറ്റർ, വാട്ട് ക്യാൻ വി ലേൺ, ഹൗ ക്യാൻ വി ക്യാച്ച് അപ്പ്, നമുക്ക് എങ്ങനെ മുന്നിലെത്താം, ഹൗ ക്യാൻ വി ബിക്കം ദ ബെസ്റ്റ് ഇൻ അവർ ഇൻഡസ്ട്രി. ദാറ്റ് ഈസ് ബെഞ്ച് മാർക്കിംഗ്. ക്ലിയർ അല്ലേ? എക്സാം ക്വസ്റ്റ്യൻ ആണോ? 14ാമത്തെ ചോദ്യം, ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം നഴ്സിംഗ് റെക്കോർഡ്സ് and through other evidence about patient care is called nursing audit, medical audit, inspection, accreditation. The collection of information from nursing records and through other evidence about patient care is called. ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ് ഈസ് നഴ്സിംഗ് ഓഡിറ്റ് ആണ്. ക്ലിയർ അല്ലേ? പേഷ്യന്റ് നഴ്സിംഗ് റെക്കോർഡ്സും മറ്റു എവിഡൻസ് മെത്തേഡുകളും എല്ലാം ഉപയോഗിച്ച് പേഷ്യന്റ് അഡിക്വേറ്റ് ക്വാളിറ്റി ഓഫ് കെയർ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്? നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ നഴ്സിംഗ് ഓഡിറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്
പേഷ്യന്റിന് ക്വാളിറ്റി കെയർ കിട്ടുക എന്നുള്ളതാണ് അല്ലെ. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. യെസ്. സോ അപ്പൊ നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ നഴ്സിംഗ് ആണ് അക്കോർഡിംഗ് ടു എലിസൺ. സോ നഴ്സിംഗ് ഓഡിറ്റ് എൻഷുർ ദാറ്റ് ഹൈ ക്വാളിറ്റി കെയർ ഇസ് മെയിൻറ്റൈൻഡ്. ഹൈ ക്വാളിറ്റി കെയർ പേഷ്യന്റിന് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാനാണ് നഴ്സിംഗ് ഓഡിറ്റ് നടത്തുന്നത്. സോ 3 ടൈപ്പ് നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കൺകറന്റ് ഓഡിറ്റ്, ദെൻ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് മറന്നു പോരുത്, റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്, ദെൻ പിന്നെ ഒന്നുകൂടിയുണ്ട് ഇന്ററിം ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ അല്ലെങ്കിൽ ടെമ്പററി ഓഡിറ്റ്. സോ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് അസസ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് പേഷ്യൻസ് ഹോസ്പിറ്റലൈസ്. പേഷ്യൻ ഹോസ്പിറ്റലൈസ് അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ, അസസ് ചെയ്യാൻ, കൃത്യമായിട്ട് പേഷ്യന്റ് കെയർ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. while the patient is in care process. അതാണ് കൺകറന്റ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി റിട്രോസ്പെക്റ്റീവ് ആണെങ്കിലോ, യെസ്, an audit done after discharge of the patient ആണ്. typically uses a random sample of charts of patients previously served. അത് നഴ്സിംഗ് ചാർട്ടും കേസ് ഷീറ്റും കേസ് റെക്കോർഡ് ലാബ് റിപ്പോർട്ടും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. ദാറ്റ് ഇസ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഇന്ററിം ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ ടെമ്പററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ററിം, ഇൻ ബിറ്റ്വീൻ ആണ്. ദാറ്റ് ഇസ് ദ ഓഡിറ്റ് കണ്ടക്ടഡ് ഇൻ ബിറ്റ്വീൻ ടു ആനുവൽ അല്ലെങ്കിൽ ടു റെഗുലർ ഓഡിറ്റ്സിന് ഇടയ്ക്ക് നടത്തുന്ന ഒരു ടെമ്പററി ഓഡിറ്റിനെയാണ് ഇന്ററിം ഓഡിറ്റ് അല്ലെങ്കിൽ ടെമ്പററി ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നഴ്സിംഗ് ഓഡിറ്റ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആട്ടോ. 15ാമത്തെ ചോദ്യം, ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി വിത്ത് അതേഴ്സ് ആൻഡ് ഹോൾഡിംഗ് ദം അക്കൗണ്ടബിൾ ഫോർ പെർഫോമൻസ് ഈസ് ടേംഡ് as ലീഡിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡെലിഗേഷൻ. ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. സോ അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡെലിഗേഷൻ ആണ് അല്ലെ. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മാനേജർ അയാളുടെ ജോലികൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അതോറിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ് വിളിക്കുന്ന പേരാണ് ഡെലിഗേഷൻ. സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡിങ് അതോറിറ്റി along with the responsibilities ആണ്. So it is the manager's ability to share his or her duties with others. അയാളുടെ ഡ്യൂട്ടി അയാൾ മറ്റുള്ള സ്റ്റാഫിനോട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ റെസ്പോൺസിബിലിറ്റീസ്. ദാറ്റ് ഇസ് ഡെലിഗേഷൻ. സോ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, 5 റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. സോ വെറുതെ ഡെലിഗേറ്റ് ചെയ്താൽ പോരാ. യെസ്, ഡെലിഗേഷൻ എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് റൈറ്റ് ടാസ്ക് ആയിരിക്കണം കൊടുക്കുന്നത്, റൈറ്റ് പേഴ്സൺ ആയിരിക്കണം കൊടുക്കുന്നത്, ദെൻ അതുപോലെ റൈറ്റ് ടൈം ഓർ റൈറ്റ് സർക്കംസ്റ്റൻസസിലായിരിക്കണം കൊടുക്കേണ്ടത്, റൈറ്റ് ഡയറക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരിക്കണം, റൈറ്റ് സൂപ്പർവിഷൻ ആൻഡ് ഫീഡ്ബാക്ക് എടുത്തിരിക്കണം. കറക്റ്റ് സൂപ്പർവിഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ഫീഡ്ബാക്കും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം, കൃത്യമായിട്ട് ഫീഡ്ബാക്ക് എടുക്കുക. അതിന്റെ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡെലിഗേഷൻ റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണോ. 16ാമത്തെ ചോദ്യം, delegation of authority from one central source to different people is known as. So in delegation authority from one central source to different people, പല ആൾക്കാർക്കായിട്ട് താഴെത്തട്ടിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ അതിന്റെ താഴെയുള്ള സബോർഡിനേറ്റ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ടാസ്ക്. അതിന് പറയുന്ന പേരെന്താണ്? സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, സ്പാൻ ഓഫ് കൺട്രോൾ ആൻഡ് ഡയറക്റ്റിംഗ്. സോ ഇവിടെ 2 ചോദ്യങ്ങൾ പഠിച്ചോണം, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഈ ഡെലിഗേഷൻ 2 രീതിയിലുണ്ട്. ഡെലിഗേഷൻ, സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ. സോ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഹയർ ടോപ്പ് മാനേജ്മെന്റിന്റെ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ, ഡിസിഷൻസ് എടുക്കുന്ന എല്ലാം ടോപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിൽ മാത്രമുള്ളവരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ. ടോപ്പ് ലെവലിൽ മാത്രമേ ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഉണ്ടാവുള്ളൂ. എന്നാൽ അത് താഴ്ത്തട്ടിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ ആണോ? താഴെത്തട്ടിലുള്ള സബോർഡിനേറ്റ്സിനെ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അവർക്കും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. എന്നാൽ മുകളിലുള്ള ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ. മറന്നുപോയത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. So decentralization is the process by which the activities of an organization are distributed or delegated from a central authoritative location or group to different people of organization. താഴെത്തട്ടിലുള്ള പല ഡിഫറെന്റ് ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. ഇനി മുകളിൽ തട്ടിൽ മാത്രം തന്നെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിലോ ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ. കിട്ടിയോ?
ഞാൻ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് മെയിൻ ഏരിയ ഒന്ന് കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് അടുത്ത എക്സാമിന് കിട്ടുമെന്ന് പറയുന്നത്. യെസ്, 17ാമത്തെ ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് തിയറീസ് കൺസിഡർ പീപ്പിൾ ഇൻഹെറിറ്റ് സർട്ടൻ ക്വാളിറ്റീസ് that make them better suited to leadership? ഏത് ലീഡർഷിപ്പ് തിയറീസ് ആണ് പറയുന്നത്? ദാറ്റ് ഈസ് പീപ്പിൾ ഇൻഹെറിറ്റ്, ചില വ്യക്തികള് ചില ക്വാളിറ്റീസ് അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നു, അതായത് ബൈ ബർത്ത് തന്നെ അവർക്ക് കിട്ടുകയാണ്, അതാണ് അവരെ ലീഡേഴ്സ് ആയിട്ട് മാറ്റുന്നത് എന്നാണ് പറയുന്നത്. അത് ഏത് തിയറിയാണെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടിൻജൻസി തിയറീസ്, ട്രൈറ്റ് തിയറീസ്, സിറ്റുവേഷണൽ തിയറീസ്, ബിഹേവിയറൽ തിയറീസ്. ഏത് തിയറിയാണ്? ഒരു ഡൗട്ടും വേണ്ട, ട്രൈറ്റ് തിയറീസ് ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ട്രൈറ്റ് തിയറീസ് പറയുന്നത് സെർട്ടൻ ഇൻഹെറന്റ് പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ അല്ലെ. ചില ആൾക്കാർക്ക് നല്ല ഇന്റലിജൻസ് കൂടുതലാണ്, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്, ഭയങ്കര നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും. സോ അവർക്ക് ജനിക്കുമ്പോൾ തന്നെ ബൈ ബർത്ത് തന്നെ അവർക്ക് ചില ട്രൈറ്റുകൾ അല്ലെങ്കിൽ ഇൻഹെറന്റ് ക്വാളിറ്റീസ് ഉണ്ടാകും. അതാണ് അവരെ നോൺ ലീഡേഴ്സിൽ നിന്ന് വ്യത്യസ്തവരാക്കുന്നത് അല്ലെങ്കിൽ ലീഡേഴ്സ് ആക്കി മാറ്റുന്നത്. സോ ഇറ്റ് പ്രപ്പോസസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ എയ്തർ ബോൺ വിത്ത്, ക്ലിയർ ആയിട്ട് ഇവിടെ നോട്ട് ചെയ്യണം, വെറുതെ ഓർത്ത് വെക്കരുത്, എയ്തർ ബോൺ ഓർ ഡെവലപ്പ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ജനിക്കുമ്പോൾ തന്നെ കിട്ടുക മാത്രമല്ല, ചിലത് അവർ പിന്നെ അത് പഠിച്ചെടുക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മേക്ക് ദം എഫക്റ്റീവ് ഇൻ ലീഡർഷിപ്പ് റോൾസ്. ചില ക്വാളിറ്റീസ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ആ ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ ട്രൈറ്റുകളാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് ലീഡേഴ്സ് ആക്കി മാറ്റുന്നതെന്നാണ് ട്രൈറ്റ് തിയറി പറയുന്നത്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? യെസ്, മറന്നു പോരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. 18ാമത്തെ ചോദ്യം. ഇവിടെ ഒരു വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ ഓർത്തില്ലേ, ഗ്രേറ്റ് ലീഡേഴ്സ് ആർ ബോൺ നോട്ട് മെയ്ഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൂടെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് റിലേറ്റ് ചെയ്ത് ഓർക്കുക കേട്ടോ. ട്രൈറ്റ് തിയറിയിൽ 18ാമത്തെ ചോദ്യം. എ ലീഡർഷിപ്പ് തിയറി ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ദ ലീഡർ ടു ബി എ ഗൈഡ് ഫോർ ദ എംപ്ലോയീസ് ടു ഹെൽപ്പ് ദം അക്വയർ പ്രൈഡ് ഇൻ ദ വർക്ക് ആൻഡ് ടു ഇൻസ്പയർ ദം ടു ബി ആക്റ്റീവ്ലി എൻഗേജ്ഡ് ടു അച്ചീവ് ദ മിഷൻ ആൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഏത് ടൈപ്പ് ലീഡർഷിപ്പ് ആണ്? ട്രാൻസ്ഫോർമേഷണൽ, ട്രൈറ്റ്, ട്രാൻസാക്ഷണൽ, ഇന്ററാക്ഷണൽ. ഏത് ടൈപ്പ് ലീഡർഷിപ്പ് തിയറിയാണ് ലീഡർ എംപ്ലോയീസ് നന്നായിട്ട് ഗൈഡ് ചെയ്ത് അവരെ ഇൻസ്പയർ ചെയ്ത് അവരെ അവരുടെ കൂടെ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആയിട്ട് ആ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ഏത് ലീഡർഷിപ്പ് തിയറിയാണ് പറയുന്നത്? ദാറ്റ് ഈസ്, ഏതാണ് ആൻസർ? ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല ലീഡർഷിപ്പ് അല്ലെ, ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണ്. ട്രാൻസ്ഫോർമേഷണൽ. അവിടെ ആ വ്യക്തി അല്ലെങ്കിൽ ആ ലീഡർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയി, ആക്റ്റീവ്ലി അവരോടൊപ്പം ഇൻവോൾവ് ആയി, കൃത്യമായ ഡയറക്ഷൻസും കൊടുത്ത് അവരെ ഇൻസ്പയർ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആ പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാണ്. ദാറ്റ് ഇസ് ട്രാൻസ്ഫോർമേഷണൽ. അവരെ ട്രാൻസ്ഫോം ചെയ്യാണ്. ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് ആണ്. അത് കഴിഞ്ഞാലാണ് ട്രാൻസാക്ഷണൽ വരുന്നത്, മറന്നുപോരുത്. സോ ഇൻ ദിസ് ലീഡർഷിപ്പ്, ലീഡേഴ്സ് ആർ more visionary and inspirational in approach. They involve the group member in decision process by actively engaging them to achieve the mission and goals of the organization. ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്, എല്ലാ കാര്യങ്ങളും അവരെ ഗൈഡ് ചെയ്യും, അവരെ ഇൻസ്പയർ ചെയ്യും, അവരെ മോട്ടിവേറ്റ് ചെയ്യും, ക്ലിയർ, അവരുടെ കൂടെ വർക്ക് ചെയ്യാം. അതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും എഫക്റ്റീവ് എന്ന ട്രാൻസ്ഫോർമേഷനാണ് ഇതില്. 19ാമത്തെ ചോദ്യം. The style of leadership where leader leaves all decision making to subordinates is called autocratic, democratic, situational, laissez-faire. ഏതാണ് style of leadership where leader leaves all decision making to subordinates? ലീഡർ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ ഫ്രീഡവും സബോർഡിനേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ലീഡർഷിപ്പ് സ്റ്റൈലിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഏതാണ് ആൻസർ? ഒരു ഡൗട്ടും വേണ്ട. ലീഡർ സബോർഡിനേറ്റ്സിന് ഇഷ്ടമുള്ള രീതിയിൽ ജോലി ചെയ്ത് അനുവദിക്കുകയാണ്, അല്ലെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൈസസ് ഫെയറി അല്ലെങ്കിൽ ഫ്രീ റൈൻ അല്ലെ. ലൈസസ് ഫെയറി ക്ലിയർ ആണോ? യെസ്. സോ ലൈസസ് ഫെയറി അല്ലെങ്കിൽ ഫ്രീ റൈൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് സെന്റേഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ. സോ ദിസ് സ്റ്റൈൽ ഹാവ് നോ കൺട്രോൾ ഓൺ സബോർഡിനേറ്റ്സ് അല്ലെ. മാനേജർക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസർക്ക് സബോർഡിനേറ്റ്സിൽ കൺട്രോൾ ഒന്നുമില്ല. Leader give complete freedom to them. It is a type of leadership style in which leaders are hands off and allow group members to make decisions. So ഇവിടെ decision making എല്ലാം എടുക്കുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്.
ഇവിടെ ലീഡറിന് റോളൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ടും സബോർഡിനേറ്റ്സിന് ഇഷ്ടമുള്ള രീതിയിൽ അവർ ആ ഡിസിഷൻസ് എടുത്ത് ടാസ്കുകൾ ചെയ്യുന്നത്. സോ മാനേജേഴ്സ് സെറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എംപ്ലോയീസ് ആർ ഫ്രീ ടു ഡു വാട്ട് എവർ ഈസ് അപ്രോപ്രിയേറ്റ് ടു അക്കംപ്ലിഷ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി എല്ലാം ചെയ്യുന്ന ആരാണ്? സബോർഡിനേറ്റ്സ് ആണ്. ഓർത്ത് ഇങ്ങനെ ലൈസൻസ് ഫെയറിംഗ് അല്ലെങ്കിൽ ഫ്രീ റൈൻ, ഈ ഫ്രീ റൈൻ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കാം. അതുപോലെ സബോർഡിനേറ്റ്സിന്റെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലൈസൻസ് ഫെയറിംഗ്. 20ാമത്തെ ചോദ്യം, what does the acronym DMAIC stand for in the context of Six Sigma? Repeated exam question. യെസ്, നമ്മൾ രണ്ട് മെത്തഡോളജിയിലാണ് സിക്സ് സിഗ്മയിൽ പഠിക്കുന്നത് അല്ലെ, ഡിമാക്കും DMADVയുമാണ്. സോ ഡിമാക് മെത്തഡോളജി എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ഡിമാക്? ഡി എന്ന് പറയുന്നത് ഡിഫൈൻ ആണ്, എം എന്ന് പറയുന്നത് മെഷർ ആണ്, എ എന്ന് പറയുന്നത് അനലൈസ് ആണ്, ഐ എന്ന് പറയുന്നത് ഇംപ്രൂവ് ആണ്, സി എന്ന് പറയുന്നത് കൺട്രോൾ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഓപ്ഷൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ് ആൻഡ് കൺട്രോൾ. ക്ലിയർ? റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ഡിമാക്കും ഉണ്ട്, അതുപോലെ DMADV രണ്ടും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ സിക്സ് സിഗ്മയെ കുറിച്ച് പെട്ടെന്ന് 1-2 LMR ബൂസ്റ്റർ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചോളാം. നാളെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സോ സിക്സ് സിഗ്മ ഡെവലപ്പ് ചെയ്തത് മോട്ടറോള കമ്പനിയാണ്. 1986 മോട്ടറോള കമ്പനിയാണ് ഈ സിക്സ് സിഗ്മ മെത്തഡോളജി ഡെവലപ്പ് ചെയ്യുന്നത്. സോ സിക്സ് സിഗ്മയുടെ ഫാദർ എന്ന് പറയുന്നത് സർ ബിൽ സ്മിത്ത് ആണ്. സർ ബിൽ സ്മിത്ത് ആണ് സിക്സ് സിഗ്മയുടെ ഫാദർ എന്ന് പറയുന്നത്. സോ സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതൊരു മെത്തഡോളജിയും അതുപോലെ കുറച്ച് ടൂളുകളുമാണ്. സെറ്റ് ഓഫ് മെത്തഡോളജി അല്ലെങ്കിൽ മെത്തേഡുകളും ടൂളുകളുമാണ്. എന്തിനാ ഉള്ളത്? സോ സിക്സ് സിഗ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു ബിസിനസിനെ ആ ബിസിനസ് പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ അതിലെ ഡിഫക്റ്റുകൾ, പോരായ്മകൾ, എററുകൾ, മിസ്റ്റേക്കുകൾ അതെല്ലാം പരമാവധി കുറച്ച് ഡിഫക്റ്റ് ഫ്രീ ആയിട്ട് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഏറ്റവും മികച്ച എഫിഷ്യൻസിയിൽ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ സഹായിക്കുന്ന മെത്തഡോളജിയാണ് സിക്സ് സിഗ്മ. നമ്മുടെ സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ, നമ്മുടെ ഡിഫക്റ്റുകൾ, പോരായ്മകൾ എല്ലാം പരിഹരിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയ സർവീസ് കസ്റ്റമർക്ക് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തഡോളജിയും ടൂളുകളുമാണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. സോ അടുത്ത 2 ചോദ്യങ്ങൾ ഓർത്ത് സിക്സ് സിഗ്മ. സോ ദ ഗോൾ ഓഫ് സിക്സ് സിഗ്മ ഈസ് ടു അച്ചീവ് എ ലെവൽ ഓഫ് ക്വാളിറ്റി ദാറ്റ് ഇസ് നിയർലി പെർഫെക്റ്റ്. ഓൾമോസ്റ്റ് 100% എറർ ഫ്രീ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമർക്ക് കൊടുക്കണം. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ കേരള PSC നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3.4 ഡിഫക്ട്സ് പെർ മില്യൺ. പെർ മില്യണിൽ വെറും 3.4 ഡിഫക്ട്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത്രയും ഡിഫക്ട്സ് ഫ്രീ പ്രോഡക്ട്സ് ആയിരിക്കണം ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം കസ്റ്റമർക്ക് കൊടുക്കേണ്ടത്. അതാണ് സിക്സ് സിഗ്മ മെത്തഡോളജി. 3.4 ഡിഫക്ട്സ് പെർ മില്യൺ കഴിഞ്ഞ നഴ്സിംഗ് ട്യൂട്ടർ കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ സിക്സ് സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, വേരിയേഷൻ, ഡീവിയേഷൻ. സോ സിക്സ് സിഗ്മ എന്ന് പറയുന്നത് 99.9997% ഡിഫക്ട്സും ഇതിനകത്ത് തന്നെ വരുമെന്നാണ്. സോ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചതാണ്, മറന്നു പോരുത്. ഇത് റിസർച്ചിനകത്തും നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനകത്ത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കും. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് എത്രയാണ് വരുന്നത്, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് എത്ര പെർസെന്റേജ് ആണ് വരുന്നത്, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് എത്ര പെർസെന്റ് ആണ്, ഈ രണ്ടിലും പഠിച്ചോളാം. ഇവിടെയും പഠിക്കണം, നമ്മുടെ ഗോസിയൻ കർവിനകത്ത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനകത്ത്, റിസർച്ചിനകത്ത്, സ്റ്റാറ്റിസ്റ്റിക്സിനകത്തും പഠിക്കണം. രണ്ടും ക്വസ്റ്റ്യൻ മാറി മാറി ചോദിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ബട്ട് ഡിമാക് നമ്മൾ പറഞ്ഞു, DMAIC ഡിഫൈൻ, മെഷർ, അനലൈസ്, ഇംപ്രൂവ്, കൺട്രോൾ ആണ്. ദെൻ DMADV എന്ന് പറഞ്ഞാലോ ഡിഫൈൻ, മെഷർ, അനലൈസ്, ദെൻ ഡിഫൈൻ, മെഷർ, അനലൈസ്, ഡിസൈഡ്, ദെൻ വെരിഫൈ ആണ്. അതാണ് DMADV മെത്തഡ്. ഇങ്ങനെ 2 മെത്തഡോളജിയാണ് നമ്മൾ സിക്സ് സിഗ്മയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. DMADVയും ഡിമാക്കും ഇത് രണ്ടും പഠിച്ചോണം. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. 21ാമത്തെ ചോദ്യം, ദ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ദാറ്റ് ഡോമിനേറ്റ്സ് ആൻഡ് കമാൻഡ് ദ ഗ്രൂപ്പ്. സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ദാറ്റ് ഡോമിനേറ്റ്സ് ആൻഡ് കമാൻഡ് ദ ഗ്രൂപ്പ്. ഇവിടെ ഡോമിനേറ്റ് ചെയ്യാണ്, ആ ഒരു ഗ്രൂപ്പിനെ കമാൻഡ് ചെയ്യും. ഓർഡറുകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ, കമാൻഡ് മാത്രമേ കൊടുക്കുകയുള്ളൂ. സബോർഡിനേറ്റ്സ് അത് അതുപോലെ അങ്ങ് അക്ഷരം പ്രതി അനുസരിച്ചോളണം. ഇവിടെ അവർക്ക് ഒരു റോളും ഇല്ല. സബോർഡിനേറ്റ്സിന് പൂർണ്ണമായിട്ടും ലീഡർക്കാണ് ഇവിടെ റോള്, ഡോമിനന്റ് റോളാണ്. ഏത് ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്,
സിറ്റുവേഷണൽ ലൈസസ് വേറെ. ഏതാണ്? ഒരു ഡൗട്ടും വേണ്ട, ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ആണ് അല്ലെ. ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ മറന്നുപോകരുത്. സോ ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ വർക്ക് ഓറിയന്റഡ് അല്ലെങ്കിൽ ബോസ് സെന്റേഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ. നമ്മൾ ഇൻ എക്സാമ്പിൾ പഠിച്ച ഹിറ്റ്ലർ ആണ് അല്ലെ, ഹിറ്റ്ലർ മറന്നുപോയത്. അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് കൊറിയയുടെ ലീഡർ, അതൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പഠിച്ചത്. അതോറിറ്റേറിയൻ, ഓട്ടോക്രാറ്റിക്, അവരെടുക്കുന്ന ഡിസിഷൻ ഫൈനലാണ്, ബാക്കിയുള്ളത് അനുസരിച്ചേ പറ്റുള്ളൂ. So in this style, all the authorities concentrated to leaders only and subordinates have to just follow them only, like military rule, crisis situation and emergency. So ഇവിടെ രണ്ട് ചോദ്യങ്ങളൂടെ അവിടെ ഉണ്ട്, അണ്ടർലൈൻ ചെയ്യണം. ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോരുത്. അവിടെ നമുക്ക് മീറ്റിങ്ങുകൾ കൂടി സബോർഡിനേറ്റ്സിന്റെ ഒക്കെ അഭിപ്രായങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയമൊന്നുമില്ല. എമർജൻസി ആണ്, ക്രൈസിസ് ആണ്. സോ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ആണ്. കേരള PSC ക്വസ്റ്റ്യൻ ആണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഓട്ടോക്രാറ്റിക് ആണ്. കാരണം എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ? സോ അത് ഓർത്തോണം. ക്രൈസിസ് സിറ്റുവേഷൻ, അതുപോലെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ലീഡർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ autocratic. So it is a centralization of authority. That is, leaders have to take all decision and control the group. ഇനി ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാലോ, ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഓർ കൺസൾട്ടേറ്റീവ് ടൈപ്പ്, ഈ പേരുകളെല്ലാം പഠിച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മാനേജർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പൺ ആണ്. ഈ ഡിസിഷൻ മേക്കിംഗിൽ ഇവിടുത്തെ സബോർഡിനേറ്റ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങളൂടെ പരിഗണിക്കുന്നുണ്ട്. സോ ഇവിടെ ലീഡർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എൻകറേജസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് ദ സബോർഡിനേറ്റ്. സബോർഡിനേറ്റ്സ് കൂടെ ആലോചിച്ചാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇവിടെ മോഡറേറ്റ് കൺട്രോളേ ഉള്ളൂ. മോട്ടിവേഷൻ, അവാർഡ്സ്, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഈ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ടൈപ്പ് ലീഡർഷിപ്പിൽ ഉണ്ട് കേട്ടോ. സോ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഇന്ന് ഓർത്ത് വയ്ക്കാം. സോ മോഡറേറ്റ് കൺട്രോൾ ഇവിടെ ഉള്ളൂ. സബോർഡിനേറ്റ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് കിട്ടി. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. ദെൻ 22ാമത്തെ ചോദ്യം. When appraisals are made by superiors, peers, subordinates and clients, then it is called 180-degree appraisal, 360-degree appraisal, confidential report, forced distribution method. So appraisal എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പഠിക്കും. There is പെർഫോമൻസ് ഇവാലുവേഷൻ അപ്രൈസൽ അല്ലെ, പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജോലിയെ ഇവാലുവേറ്റ് ചെയ്യാണ്. ആ വ്യക്തി എത്രത്തോളം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അയാൾ ജോലി ചെയ്യുന്നുണ്ട്. സോ അത് ഇവാലുവേറ്റ് ചെയ്യാണ് അയാൾ എത്രത്തോളം മികച്ച എംപ്ലോയി ആണെന്നുള്ളത്. സോ അതിനെയാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത് പഠിക്കും പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡുകൾ. സോ ഇവിടെ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡിൽ സുപ്പീരിയേഴ്സിന്റെ ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിയർ റിവ്യൂ, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. സബോർഡിനേറ്റ്സ്, ഇയാളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഇവരുടെ ക്ലയൻസിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഈ വ്യക്തി, ഈ പേഴ്സൺ എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ മാനേജർ എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അവർക്ക് ഈ വ്യക്തിയുടെയും ഇവാലുവേഷൻ ചോദിക്കുന്നുണ്ട്. ഈ വ്യക്തി സെൽഫ് ഇവാലുവേഷൻ കൊടുക്കണം. സോ അങ്ങനെയുള്ള അപ്രൈസൽ മെത്തേഡിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് 360-degree അപ്രൈസൽ ആണ് ഓപ്ഷൻ ബി. 360-degree appraisal, option D, previous exam question. 360-degree appraisal. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യണം. കേരള MSc എൻട്രൻസിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ 360-degree appraisal. സോ 360-degree appraisal എന്ന് പറയുന്നത് ദ കോമ്പിനേഷൻ ഓഫ് പിയർ റിവ്യൂ, സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് സെൽഫ് റിവ്യൂ അപ്രൈസൽ ഈസ് നോൺ ആസ് 360-degree. കണ്ടോ, 360 ടോപ്പ് മാനേജ്മെന്റ് ഫീഡ്ബാക്ക്, അവരുടെ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, പിയർ ഗ്രൂപ്പ്, സബോർഡിനേറ്റ്സ്, സെൽഫ്, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ്, ഇവരുടെ എല്ലാം ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടാണ് ഇയാളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് 360-degree. ദെൻ 23ാമത്തെ ചോദ്യം. പവർ. ദ പവർ വിച്ച് ഈസ് എക്സർസൈസ്ഡ് ബിക്കോസ് ഓഫ് അപ്പോയിന്റ്മെന്റ് അറ്റ് ഹയർ പൊസിഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഹയർ പൊസിഷൻ കൊണ്ട് അയാൾക്ക് കിട്ടുന്ന പവർ ഏതാണ്? ലെജിറ്റിമേറ്റ് പവർ, എക്സ്പേർട്ട് പവർ, റിവാർഡ് പവർ, പ്രഫറന്റ് പവർ. ഏതാണ്? ഒരു ഹയറാർക്കിയൽ പൊസിഷൻ കൊണ്ട്, ഒരു ഓർഗനൈസേഷൻ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, ഹയർ പൊസിഷനിൽ
യെസ് ദാറ്റ് ഇസ് ലെജിറ്റിമേറ്റ് പവർ അല്ലെ. ലെജിറ്റിമേറ്റ് പവർ മറന്നു പോരുത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ലെജിറ്റിമേറ്റ് പവർ. സോ പവർ നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ടൈപ്സ് ഓഫ് പവർ തന്നെ നമ്മൾ തിയറിയും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കുക കേട്ടോ. സോ ലെജിറ്റിമേറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഫോർമൽ പവർ ദാറ്റ് കംസ് ഫ്രം സീനിയോറിറ്റി ആൻഡ് അതോറിറ്റി ഓഫ് എ പേഴ്സൺസ് റോൾ. ഒരു ഓർഗനൈസേഷൻ ആ റോള് ആ സ്ഥാനം കൊണ്ട് കിട്ടുന്നതാണ്. റിവാർഡ് പവർ എന്ന് പറഞ്ഞാൽ റിവാർഡുകൾ കൊടുക്കാനും അതുപോലെ തന്നെ നേരെ ചൊവ്വേ പണിയെടുത്തില്ലെങ്കിൽ ആ റിവാർഡുകൾ വിത്ത്ഹോൾഡ് ചെയ്യാനുമുള്ള പവറാണ് റിവാർഡ് പവർ. ഇനി എക്സ്പേർട്ട് പവർ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് മാറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ അയാൾക്കുള്ള നോളജും എക്സ്പീരിയൻസും കൊണ്ട് അയാൾ കിട്ടുന്നതാണ് എക്സ്പേർട്ട് പവർ. സ്കിൽസ് ആൻഡ് നോളജ് കൊണ്ട് കിട്ടുന്നത്. ഇനി റെഫറന്റ് പവർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി കൊണ്ട് അയാളുടെ സംസാരം, ഡ്രസ്സിങ്, അയാളുടെ മറ്റുള്ളവരോട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഇടപെടൽ, ഇതെല്ലാം കൊണ്ട് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ക്വാളിറ്റീസ് കൊണ്ട് കിട്ടുന്ന പവറാണ് റെഫറന്റ് പവർ അല്ലെങ്കിൽ കരിസ്മാറ്റിക് പവർ എന്നും പറയും. ചിലത് രണ്ടായിട്ട് കൊടുത്തിട്ട് ചിലതിൽ റെഫറന്റ് പവറിന് മറ്റൊരു പേരായിട്ട് കരിസ്മാറ്റിക് പവർ കൊടുത്തിട്ടുണ്ട്. സോ കരിസ്മാറ്റിക് പവർ എന്ന് പറയുന്നത് കരിസ്മ, ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് കിട്ടുന്നത്. ഇനി കൊയേഴ്സീവ് പവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും ചെയ്തില്ല എങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികളൊക്കെ അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കാനുള്ള പവറാണ് കൊയേഴ്സീവ് പവർ. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 24ാമത്തെ ചോദ്യം. The establishment of personal relationship and affection takes place in the stage of group dynamics is termed as. ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ ഏത് സ്റ്റേജിലാണ് പേഴ്സണൽ റിലേഷൻഷിപ്പും അഫക്ഷനും ഒക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഒക്കെ ഉണ്ടാകുന്നത്, ഗ്രൂപ്പ് ബോണ്ടിങ് ഒക്കെ ഉണ്ടാകുന്നത് ഏതിലെന്നാണ് ക്വസ്റ്റ്യൻ. നോമിങ്, സ്റ്റോമിങ്, ഫോമിങ്, പെർഫോം. ഏത് സ്റ്റേജിലാണ്? ആദ്യം ഫോം ചെയ്യുന്നു, രണ്ടാമത് അവർ അടി കൂടുന്നു, മൂന്നാമതാണ് ശരിക്കും ഈ റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ദാറ്റ് ഈസ് നോമിങ് സ്റ്റേജ് ആണ് അല്ലെ. ഓപ്ഷൻ എ നോമിങ് സ്റ്റേജ് ആണ്. സോ ക്ലിയർ ആയിട്ട് പഠിച്ചോണം. ഈ സ്റ്റേജുകൾ റിപ്പീറ്റഡ് ഓർഡറിൽ തന്നെ കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ടക്മാൻസ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന ടക്മാൻ സ്റ്റേജ് ദാറ്റ് ഈസ് എത്ര സ്റ്റേജ് ഉണ്ട്? 5 സ്റ്റേജുകളുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ഫോമിംഗ് സ്റ്റേജ്, സ്റ്റോമിംഗ് സ്റ്റേജ്, നോമിംഗ് സ്റ്റേജ്, പെർഫോമിംഗ് സ്റ്റേജ്, അഡ്ജോണിംഗ് സ്റ്റേജ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷൻ സ്റ്റേജ് ആണ്. സോ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ദെൻ ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു, ദെൻ ഗ്രൂപ്പ് പർപ്പസും സ്ട്രക്ചറും ലീഡർഷിപ്പും എല്ലാം തീരുമാനിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോമിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടെല്ലാം ഒന്ന് റെഡിയാക്കി. രണ്ടാമത്തെ സ്റ്റേജ് ആണ് സ്റ്റോമിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേജ്. സോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റുകൾ തുടങ്ങും. ദാറ്റ് ഈസ് സ്റ്റോമിംഗ് സ്റ്റേജ്. കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റോമിംഗ് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് നോമിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ കൺസോളിഡേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിൽ അവർ കുറച്ചുകൂടെ ഗ്രൂപ്പ് ക്ലോസ് റിലേഷൻഷിപ്പും ഗ്രൂപ്പ് കൊഹസീവ്നെസ് ഒക്കെ ഫോം. ഈ കൊഹസീവ്നെസ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. കൊഹസീവ്നെസ്, ഗ്രൂപ്പ് കൊഹസീവ്നെസ്, അതായത് ആ ഗ്രൂപ്പിൽ ആ വ്യക്തികളെ തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന ഫാക്ടർ ആണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. സോ ഗ്രൂപ്പ് സ്ട്രെങ്ത് ആൻഡ് ഗ്രൂപ്പ് ബോണ്ടിങ് ദാറ്റ് ഹോൾഡ് ദ മെമ്പേഴ്സ് ടുഗദർ. ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു ഫാക്ടർ ആണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പെർഫോമിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ മെച്യൂർ സ്റ്റേജ് ആണ്. ഇവിടെ അവർ ഒരുമിച്ച് ആ ഒരു ഗോളിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ഗോൾ ഫോക്കസ്ഡ് ആയിട്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്ജോണിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ റാപ്പിംഗ് സ്റ്റേജ്. അതായത് ആ ഒരു ഗോൾ പൂർത്തിയാക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യാണ്? ആ ഒരു ഗ്രൂപ്പിന്റെ റോള് കഴിയുന്നു, അവരെ പിരിഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ അടുത്തൊരു പുതിയൊരു പ്ലാൻ ഓഫ് പ്രോജക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് എൻഡ് സ്റ്റേജ് ആണ് അഡ്ജോണിംഗ് അല്ലെങ്കിൽ റാപ്പിംഗ് സ്റ്റേജ്. ക്ലിയർ ആണോ? യെസ്. ടക്മാൻസ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ് ഓർത്തുകൊള്ളാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 25ാമത്തെ ചോദ്യം. ഇൻ ABC അനാലിസിസ് which items are frequently used and purchased in large quantities? ലാർജ് ക്വാണ്ടിറ്റീസിൽ വാങ്ങുന്ന ഐറ്റംസ് നമുക്കറിയാം. ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് ആണ് ABC അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസ് ആണ് അല്ലെ. കാരണം കോസ്റ്റ് ക്രൈറ്റീരിയ ആണ്, ആനുവൽ കൺസംപ്ഷൻ റേറ്റ് ആണ് അവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ലാർജ് ക്വാണ്ടിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളാണ്. ദാറ്റ് ഈസ് ഏതാണ്?
സി ഐറ്റംസ് ആണ് അല്ലെ. സി ഐറ്റംസ്. എ ഐറ്റംസ് എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ ഐറ്റംസ് ആണ്, ഏറ്റവും കുറച്ച് എണ്ണമേ മേടിക്കുള്ളൂ. മറ്റത് മോഡറേറ്റ് ആണ്. സി ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്, പക്ഷെ ഏറ്റവും വില കുറവും അതിനായിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. സോ ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് ആണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. മിസ്റ്റർ വിൽഫ്രഡ് പാരറ്റോ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബേസ്ഡ് ഓൺ പാരറ്റോ തിയറി ആണ്. സോ പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 80:20 റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ഓർത്ത് വെക്കണം വൈറ്റൽസ് ഫ്യൂ ട്രിവിയൽ മെനി. ഇത് കഴിഞ്ഞ കേരള PSC നഴ്സിംഗ് ട്യൂട്ടർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. വൈറ്റൽസ് ഫ്യൂ ട്രിവിയൽ മെനി. സോ നഴ്സിംഗ് ട്യൂട്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ഓർക്കുന്നത്. രണ്ടിലേതോ നഴ്സിംഗ് ട്യൂട്ടർ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻ ആണ്. വൈറ്റൽസ് ഫ്യൂ ട്രിവിയൽ മെനി ഓർത്ത് വെക്കുക, എക്സാം ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്നുമില്ല, നമ്മൾ ഈ പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത് എ സ്മോൾ പെർസെന്റേജ് ഓഫ് ഇൻവെന്ററി ഐറ്റംസ്, അറൌണ്ട് 20% ഐറ്റം ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിന്റെ 80% ചെലവാക്കിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റൽ സപ്ലൈ നമ്മൾ പറയും എ ഐറ്റംസ് അല്ലെ, വളരെ കുറച്ച് എണ്ണമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ 80% കോസ്റ്റ് അല്ലെങ്കിൽ കാശ് ചെലവാക്കുന്നത് ആ 20% ഐറ്റംസിന് വേണ്ടിയാണ്. അതാണ് ഈ പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. സോ ഈ ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ് അല്ലെങ്കിൽ ABC അനാലിസിസ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഫാക്ടർ ആൻഡ് ആനുവൽ കൺസപ്ഷൻ വാല്യൂ ആണ്, ആനുവൽ കൺസപ്ഷൻ റേറ്റ് ആണ്. സോ ഒരു വർഷം ഉപയോഗിക്കുന്നതിന് എത്ര രൂപ അതിനുവേണ്ടി ചെലവാക്കുന്നുണ്ട്, അതാണ് മെയിൻ അതിന്റെ ബേസ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ അല്ല ഇൻവെന്ററി മെത്തേഡിന്റെ. സോ എ ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻ നമ്പർ, കൺസ്യൂംസ് ലാർജ് നമ്പർ ഓഫ് റിസോഴ്സസ്. സോ അതുകൊണ്ട് തന്നെ ടൈറ്റ് കൺട്രോൾ ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. നമ്മളിപ്പം MRI മെഷീൻ, CT സ്കാനിന്റെ മെഷീൻ, കാത്ത് ലാബിന്റെ മെഷീനുകൾ, ഇതൊക്കെ വളരെ വില കൂടിയ സാധനങ്ങളാണ്. വളരെ കുറച്ച് എണ്ണ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? സോ അത് കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അതാണ് എ ഐറ്റംസിൽ വരുന്നത്. ഇനി ബി ഐറ്റംസ് ആണെങ്കിൽ മോഡറേറ്റ് കൺട്രോൾ ആണ്, നീഡഡ് റീസണബിളി, പർച്ചേസ്ഡ് ബേസ്ഡ് ഓൺ റിജിഡ് റിക്വയർമെന്റ്സ് ആൻഡ് മാനേജ്ഡ് ബൈ മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ് കൺട്രോൾ. കാരണം മോഡറേറ്റ് കൺട്രോൾ മതി. ഇനി സി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള സാധനം, ലാർജ് നമ്പർ ഉണ്ടാകും, ദാറ്റ് ഓർഡിനറി കൺട്രോളേ ഉള്ളൂ, കൺസ്യൂംസ് ലെസർ എമൗണ്ട് ഓഫ് റിസോഴ്സ്. കാരണം ഈ നമ്മുടെ ഗ്ലൗസും ഈ ഏതാ നമ്മൾ നീഡിലും സിറിഞ്ചും ഒക്കെ സാധാരണ വരുന്ന സാധനങ്ങളൊക്കെ വരുന്നത് ഈ സി ഐറ്റംസിനകത്താണ് വരിക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. കൂടുതൽ ഐറ്റംസ് മേടിക്കുന്നത് ദാറ്റ് ഇസ് ABC അനാലിസിസ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ് ഓർത്ത് വയ്ക്കാം. An inventory control technique which is focusing on the degree of criticality of items. Criticality എന്ന് പറഞ്ഞാൽ അതിന്റെ അവൈലബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സ്ഥാപനത്തിന്, അല്ലെങ്കിൽ അതിന്റെ നോൺ അവൈലബിലിറ്റി എത്രത്തോളം ആ ഹോസ്പിറ്റൽ ടോളറേറ്റ് ചെയ്യാൻ കഴിയും, ആ വസ്തുവിന്റെ നോൺ അവൈലബിലിറ്റി. അതിനെ ബേസിസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഏതാണ്? VED അനാലിസിസ് ആണ് അല്ലെ. ഓപ്ഷൻ ബി VED അനാലിസിസ്. ദാറ്റ് ഈസ് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ items. Vital, essential and desirable analysis. So VED analysis are based on criticality of the items അല്ലെങ്കിൽ based on estimation of time length for which non-availability can be tolerated. അതിന്റെ നോൺ അവൈലബിലിറ്റി എത്രത്തോളം ടോളറേറ്റ്, എത്ര ടൈം പീരീഡ് ടോളറേറ്റ് ചെയ്യാൻ കഴിയും. സോ വൈറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആ ഐറ്റംസ് ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ഓക്സിജൻ സപ്ലൈ, അതില്ലാതെ ഹോസ്പിറ്റൽ നമുക്ക് തുറന്നു വെച്ച കാര്യമില്ല അല്ലെ. ഇനി എസെൻഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാലോ, വിത്തൗട്ട് വിച്ച് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഫംഗ്ഷൻ ബട്ട് മേ അഫക്ട് ക്വാളിറ്റി ഓഫ് ദ സർവീസിനെ ബാധിക്കും. എക്സാമ്പിൾ IV ഫ്ലൂയിഡ്, ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ എണ്ണം. ഇനി ഡിസൈറബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അൺഅവൈലബിലിറ്റി ഓഫ് വിച്ച് വിൽ നോട്ട് ഇന്റർഫിയർ വിത്ത് ഫംഗ്ഷനിങ് ബിക്കോസ് ദേ ക്യാൻ ബി ഈസിലി പർച്ചേസ്ഡ് as and when required. പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഡിസൈറബിൾ ഐറ്റംസ്. സോ ഓർത്ത് വയ്ക്കുക, VED അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 27ാമത്തെ ചോദ്യം. ഇൻ ബഡ്ജറ്റിംഗ് ടൈം ദ സോഴ്സ് ഓഫ് ഇൻകം ഈസ്. സോഴ്സ് ഓഫ് ഇൻകത്തിന് പറയുന്ന പേരെന്താണ്? സോ ഇൻകത്തിന് പറയുന്ന പേര് ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഇസ് റവന്യൂ ആണ് അല്ലെ. ഓപ്ഷൻ ബി റവന്യൂ ആണ്. ക്യാപിറ്റേഷൻ, റവന്യൂ, ബഡ്ജറ്റ്, പ്രോഫിറ്റ് സോഴ്സ്, ദാറ്റ് ഇസ് റവന്യൂ ആണ്. സോ റവന്യൂ എന്ന് പറഞ്ഞാൽ മീൻസ് ദ മണി ജനറേറ്റഡ് ഫ്രം, വരുമാനം ഓർത്താൽ മതി, മണി ജനറേറ്റഡ് ഫ്രം നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. സോ റവന്യൂ ഈസ് മണി ബ്രോട്ട് ഇൻ ടു എ കമ്പനി ബൈ ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ്. റവന്യൂ മേ ബി ടാക്സ് റവന്യൂ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്, ആൻഡ് നോൺ ടാക്സ് റവന്യൂ, രണ്ട് രീതിയിൽ
സോ വരുമാനം, ഒരു ഓർഗനൈസേഷന്റെ വരുമാനമാണ് അതിന്റെ റവന്യൂ എന്ന് പറയുന്നത്, ഓർത്ത് വയ്ക്കാം. ദെൻ 28ാമത്തെ ചോദ്യം. The nurse manager needs to buy 6 new hospital beds for the unit. What type of budget will be used for this expenditure? Capital budget, revenue budget, operating budget, salary budget. ഏതായിരിക്കും? ഇവിടെ ഹോസ്പിറ്റലിനായിട്ട് ഒരു എമൗണ്ട് നമ്മൾ ചെലവാക്കുകയാണ് അല്ലെ, ഒരു വസ്തുവിന് വേണ്ടി. സോ അത് ഏതിൽ നിന്നായിരിക്കും ഉപയോഗിക്കുക? ഒരു ഡൗട്ടും വേണ്ട, അത് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നിന്നായിരിക്കും. ഓപ്ഷൻ എ, ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്ലിയർ അല്ലേ? യെസ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയാൻ റവന്യൂ റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് പെർമനന്റ് ന്യൂ എക്യുപ്മെന്റിന് മേടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. എക്സാമ്പിൾ ബെഡ്, മേജർ ന്യൂ റെനോവേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആയി യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ്, അതിന്റെ മൂലധനം ക്യാപിറ്റൽ. ഇനി ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ആണെങ്കിൽ ഡെയിലി ആക്ടിവിറ്റീസിനും സർവീസസിനുമായിട്ട് ചെലവാക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. റവന്യൂ റിക്വയർഡ് ഫോർ ഡെയിലി ആക്ടിവിറ്റീസ്. ഇനി റവന്യൂ ബഡ്ജറ്റ് ആണെങ്കിലോ, റവന്യൂ റിസീവ്സ് ആണ്, അതിന്റെ വരുമാനമാണ്. ഇനി സാലറി ബഡ്ജറ്റ് എന്ന് പറയാൻ പേഴ്സണൽ, ഓൾസോ നോൺ ആസ് പേഴ്സണൽ ബഡ്ജറ്റ്, projects the salary cost that will be paid and charged to the cost entering the budget period. സാലറി കൊടുക്കാനായിട്ടുള്ള സാലറി ബഡ്ജറ്റ്. സോ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റും ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റും ഓർത്ത് വയ്ക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. Then 29ാമത്തെ ചോദ്യം. A process of finding and attracting capable candidates for employment is known as recruitment, selection, deployment, promotion. ഏതാണ്? പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് അട്രാക്ടിങ് ക്യാപ്പബിൾ കാൻഡിഡേറ്റ് ഫോർ എംപ്ലോയ്മെന്റ്. ഒരു ജോലിക്കായിട്ട് അതിൽ ഏറ്റവും ക്യാപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. ഓപ്ഷൻ എ, റിക്രൂട്ട്മെന്റ്. ഒരു ഡൗട്ടും വേണ്ട, റിക്രൂട്ട്മെന്റ് ആണ്. സോ റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് അഡ്വർടൈസ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം ജോബ് അനാലിസിസ്. ഈ ജോബ് അനാലിസിസ് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ പഠിക്കും. Then and publishing it in newspaper to find and attract capable candidates to employ. ഏറ്റവും മികച്ച അതിന് യോജിച്ച എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം കൊടുത്ത് അവരെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, മറന്നുപോകരുത്. സെലക്ഷൻ ഈസ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പറഞ്ഞു. ഇനി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചൂസിംഗ് ബെസ്റ്റ് കാൻഡിഡേറ്റ് and the candidate applied for the, so recruitment മറന്നു പോരുത്, ഇമ്പോർട്ടന്റ് കേട്ടോ. Then 30ാമത്തെ ചോദ്യം. Experienced nurse introducing an employee to new responsibilities through teaching and guidance is called preceptorship, leadership, mentorship, professionalism. ഏതാണ്? Experienced nurse introducing an employee to new responsibilities through teaching and guidance. യെസ്, ആൻസർ എന്ന് പറയുന്നത് പ്രിസെപ്റ്റർഷിപ്പ് ആണ് അല്ലെ. പ്രിസെപ്റ്റർഷിപ്പ് ആണ്, മറന്നു പോരുത്. നമ്മുടെ രണ്ട് ചോദ്യങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോരുത്. ഇൻ സർവീസ് എഡ്യൂക്കേഷനും കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനും മറന്നു പോരുത് കേട്ടോ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മറന്നു പോരുത്, ആ ജോബ് സെറ്റിൽ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ഇനി കണ്ടിന്യൂയിങ് ആണെങ്കിൽ അയാളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ കൂടാതെ എക്സ്ട്രാ പഠിക്കുന്നതാണ് കണ്ടിന്യൂയിങ്. അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റൻ ആണ്, മറന്നു പോരുത്. ഇൻ സർവീസ് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പഠിച്ചോളണം. സോ ഇവിടെ ഇത് പ്രിസെപ്റ്റർഷിപ്പ് ആണ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാം കേട്ടോ. സോ പ്രിസെപ്റ്റർഷിപ്പ് ഈസ് എ പീരിയഡ് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് ഫോർ എ സ്റ്റുഡന്റ് മെയിൻലി ഓഫ് മെഡിസിൻ ആൻഡ് നഴ്സിംഗ്. ഇറ്റ് ഇസ് എ പീരിയഡ് ഓഫ് 4 to 6 months. ഈ പീരീഡ് ഒന്ന് നോട്ട് ചെയ്യുക. ടു സപ്പോർട്ട് ന്യൂലി ക്വാളിഫൈഡ് നേഴ്സ് ടു മേക്ക് ദ ട്രാൻസിഷൻ ഫ്രം സ്റ്റുഡന്റ് ടു എ പ്രാക്ടീഷണർ, അല്ലെങ്കിൽ ഒരു നേഴ്സാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്, ട്രെയിനിങ് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് പ്രിസെപ്റ്റർഷിപ്പ്. ക്ലിയർ അല്ലേ? യെസ്. 31ാമത്തെ ചോദ്യം. Dash is the method of evaluating employees to determine their effectiveness on their present job and decide their benefits. Supervision, critical pathway, grading, performance appraisal. ഏത് മെത്തേഡാണ് എംപ്ലോയീസിനെ ഇവാലുവേറ്റ്? This method evaluating employees to determine their effectiveness on their present job and decide their benefits. സോ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് പ്രൊമോഷൻ പോലുള്ള ബെനിഫിറ്റുകൾ കൊടുക്കാനായിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, പെർഫോമൻസ് അപ്രൈസൽ ആണ്. നമ്മൾ നേരത്തെ ഒരു പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് പഠിച്ചു, 360-degree പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്. സോ എംപ്ലോയീസ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്
പെർഫോമൻസ് അപ്രൈസൽ. ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തിയിട്ടാണ് അവർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നത്. ക്ലിയർ അല്ല? ഇൻസെന്റീവ്സോ ബോണസോ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നത് ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്തിട്ടാണ്. സോ അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പോയിന്റ് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഓരോ മെത്തേഡ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ് ഇസ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ വിത്ത് റിഗാർഡ് ടു ഹിസ് ഓർ ഹർ പെർഫോമൻസ് ഓൺ ദ ജോബ് ആൻഡ് ഹിസ് ഓർ ഹർ പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെന്റ്. ദാറ്റ് ഇസ് അക്നോളജിങ് ദ പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ ആണ് പെർഫോമൻസ് ഇവാലുവേഷൻ. സോ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി അവർ എത്രത്തോളം എഫക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇതിന് രണ്ട് മെത്തേഡുകളുണ്ട്. ഇത് കൂടാതെ മറ്റു രണ്ട് മെത്തേഡുകളുണ്ട്, നമ്മൾ ഡീറ്റെയിലോട് പഠിച്ചതാണ്, മറന്നുപോയത്. ഗ്രൂപ്പ് മെത്തേഡും പേഴ്സണൽ മെത്തേഡും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ട്രഡീഷണൽ മെത്തേഡ്സ് ആൻഡ് മോഡേൺ മെത്തേഡ്, ഇതൊന്നും ഓർത്തു, ഇത്രയും പഠിച്ചേ പറ്റുള്ളൂ. ട്രഡീഷണൽ മെത്തേഡ്സ് വരുന്നത് റാങ്കിങ് മെത്തേഡ്, പെയ്ഡ് കമ്പാരിസൺ, ഗ്രേഡിംഗ് മെത്തേഡ്, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, ചെക്ക് ലിസ്റ്റ്, എസ്എ മെത്തേഡ്. ഇനി മോഡേൺ മെത്തേഡുകളാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, 360 ഡിഗ്രി അപ്രൈസൽ, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ, കോസ്റ്റ് അക്കൗണ്ടിംഗ് മെത്തേഡ്, അസസ്മെന്റ് സെന്റർ, അടുത്ത എക്സാം ക്വസ്റ്റ്യൻ ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ് അല്ലെങ്കിൽ ബാർസ്, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ഇത്രയും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളും, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പെർഫോമൻസ് അപ്രൈസൽ എററുകൾ അതെല്ലാം ഡീറ്റെയിൽ നമ്മൾ യൂട്യൂബിൽ ഒരു ക്ലാസ്സും അതിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും പഠിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അതും മിസ്സാക്കരുത് കേട്ടോ. 32ാമത്തെ ചോദ്യം, ഹാവ് തോൺ സ്റ്റഡി ടു ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ ആൻഡ് വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി വാസ് ഡൺ ബൈ എൽട്ടൺ മായോ, അബ്രഹാം മാസ്ലോ, കേറ്റ് ലെവിൻ, മേരി പാർക്കർ ഫോളറ്റ്. ഹാവ് തോൺ സ്റ്റഡി, ഒരു ഡൗട്ടും വേണ്ട, കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എൽട്ടൺ മായോ ആണ് അല്ലെ. ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ നമ്മൾ അവിടെ പഠിച്ചത് ഒബ്സർവേഷൻ ചേഞ്ചസ് ബിഹേവിയർ എന്നാണ്. നമ്മൾ ഒരു ആ വ്യക്തിയെ ഒബ്സർവ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നോർമലി ബിഹേവ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല അവർ വർക്ക് ചെയ്യുന്നതും ബിഹേവ് ചെയ്യുന്നതൊക്കെ. സോ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ ഒരാളുടെ ഒരു ശരിക്കും ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അതായത് അവിടെ 2 റൂമുകൾ ഉണ്ടായിരുന്നു, അതിൽ ഒരു റൂമിൽ ലൈറ്റ് കൂട്ടി ഒരു റൂമിൽ ലൈറ്റ് കുറച്ചു, അതാണ് ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ. എന്നിട്ട് അവരുടെ ജോബ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തതാണ് ശരിക്കും ആ എക്സ്പെരിമെന്റ് കേട്ടോ. അതാണ് ഈ ഇന്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ വരെ തെറ്റിപ്പോരുന്നത്. സോ ഹാവ്തോൺ എഫക്ട് ഇസ് എ ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ റിയാക്ടിവിറ്റി ഇൻ വിച്ച് ഇൻഡിവിജ്വൽ മോഡിഫൈ ആൻ ആസ്പെക്ട് ഓഫ് ദെയർ ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദെയർ അവയർനെസ് ഓഫ് ദാറ്റ് ദേ ആർ ബീങ് ഒബ്സർവ്ഡ്. അവർ ഒബ്സർവ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരന്ന് ഭയങ്കരമായിട്ട് പണിയെടുക്കും. സോ നോർമലി ഒരു ഭയങ്കര ഉഴപ്പന്മാരായിരിക്കും, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ദിവസം ഒരു ഭയങ്കരമായിട്ട് പണിയെടുക്കും. സോ നോർമൽ ബിഹേവിയർ ആയിരിക്കില്ല അവര് പ്രകടിപ്പിക്കുന്നത്. സോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൽട്ടൺ മായോ ആണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ഹാവ് തോൺ ഇഫക്ട് മറന്നു പോരുത്, നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റിയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 33ാമത്തെ ചോദ്യം, തിയറി എക്സ് വിച്ച് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക് ആൻഡ് തിയറി വൈ വിച്ച് അസ്യൂംസ് ദാറ്റ് പീപ്പിൾ എൻജോയ് വർക്ക് ആൻഡ് ഹാവ് ബീൻ ഗിവൺ ബൈ. തിയറി എക്സ് ആൻഡ് തിയറി വൈ പ്രപ്പോസ് ചെയ്ത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആർക്കും ഡൗട്ട് ഇല്ല, റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഡഗ്ലസ് മഗ്രിഗർ ആണ് അല്ലെ, ഡഗ്ലസ് മഗ്രിഗർ. തെറ്റി വരുന്നത് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം, ഡഗ്ലസ് മഗ്രിഗർ. സോ 2 ടൈപ്പ് ആൾക്കാർ അല്ലെ, 2 ജോലി ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന 2 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് ഡഗ്ലസ് മഗ്രിഗർ ഈ തിയറി എക്സും തിയറി വൈയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തിയറി എക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തിയറി പറയുന്നത്, തിയറി എക്സ് എന്ന് പറയുന്നത് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി ഭയങ്കര ലേസി മടിയന്മാരാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ, സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നേരെ ചൊവ്വേ പണിയെടുക്കുള്ളൂ. എന്നാൽ തിയറി വൈ അല്ലെങ്കിൽ പോസിറ്റീവ് തിയറി പറയുന്നത് അങ്ങനെയല്ല. എംപ്ലോയീസ് എന്ന് പറയുന്നത് അവർ ഭയങ്കര ആംബിഷ്യസ് ആണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, ഒരു വർക്ക് ഇഷ്ടപ്പെടുന്നവരാണ്, വർക്ക് എൻജോയ് ചെയ്യുന്നവരാണ്, ഒരു സെൽഫ് മോട്ടിവേറ്റഡ്. അതുകൊണ്ട് തന്നെ അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുള്ളൂ, ഒരു കൺട്രോളിന്റെ ആവശ്യമില്ല എന്നാണ് തിയറി വൈ പറയുന്നത്. സോ തിയറി എക്സും തിയറി വൈയും കണ്ടുപിടിച്ചത് അല്ലെ പ്രപ്പോസ് ചെയ്തത് ഡഗ്ലസ് മഗ്രിഗർ ആണ്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ തന്നെ ഒരു തിയറി ഉണ്ട് അല്ലെ, തിയറി ഇസഡ് തിയറി ഇസഡ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ഔച്ചിയാണ് അല്ലെ. ജാപ്പനീസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനും അമേരിക്കൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിളുമായിട്ട് ക്ലബ് ചെയ്തു. ദാറ്റ് തിയറി ഇസഡ് ഡെവലപ്ഡ് ബൈ വില്യം ഔച്ചി. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ, 3 പഠിച്ചോളാം. 34ാമത്തെ ചോദ്യം, എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഔട്ട്ലൈനിങ് duties, responsibilities and work assignment referred as job description, job evaluation, job analysis and self appraisal. ഏതാണ്? റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഔട്ട്ലൈനിങ് ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വർക്ക് അസൈൻമെന്റ്. ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, വർക്ക് അസൈൻമെന്റ്, വർക്ക് ആ ഒരു ജോബിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒരു ഡൗട്ടും വേണ്ട. ഏതാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്.
ആ ജോബിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ക്ലിയർ ആയിട്ട് പഠിച്ചോണം. രണ്ടും റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ മാറി മാറി ചോദിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ക്ലിയർ കൺസൈസ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഔട്ട്ലൈൻ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വർക്ക് അസൈൻമെന്റ് ഓർ ആക്ടിവിറ്റീസ് ഫോർ എ പർട്ടിക്കുലർ പൊസിഷൻ. ആ ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെയാണ്, വർക്ക് അസൈൻമെന്റും ഒക്കെയാണ്. ഇനി ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ ഡീറ്റെയിൽസ് റിക്കോർഡ് ദ റിക്കോർഡ് ക്വാളിഫിക്കേഷൻ, സ്കില്ല്, എക്സ്പീരിയൻസ് ഫോർ ദ റോൾ. ആ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആളിന് വേണ്ട ക്വാളിറ്റീസ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ. ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കില്ലും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ആ ഒരു ഡ്യൂട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോലി ചെയ്യുന്ന ആളിന് വേണ്ട ക്വാളിറ്റീസ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ. കിട്ടിയോ? കണ്ടോ? എ ജോബ് ഡിസ്ക്രിപ്ഷൻ outlines the duties, responsibilities and scope of a job, while job specification details the required qualification, skills and experience for the role ആണ്. സോ ഈ രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം. The description focuses on what the job entails. ആ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. എന്നാൽ സ്പെസിഫിക്കേഷൻ ഫോക്കസസ് ഓൺ who can do the job. ആർക്കാണ് ആ ജോബ് ചെയ്യാൻ കഴിയുക. സോ ആ ജോബ് ചെയ്യുന്ന ആളിന് വേണ്ട ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. സോ രണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായി പഠിച്ചോണം. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ. The process of identifying, 35ാമത്തെ ചോദ്യം. Process of identifying and determining in detail about the duties and responsibilities of a job as well as the requirements of the job. ആ ഒരു നോക്കി, process identifying and determining details about duties, responsibilities of the job as well as requirement of the job. ആ ഒരു ജോബിന് വേണ്ട റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ്? സോ ഈ റിക്വയർമെന്റ് വരുമ്പോൾ ഇവിടെ ജോബ് സ്പെസിഫിക്കേഷൻ പാർട്ടായി. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ അത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്ലസ് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ രണ്ടും വരുന്നുണ്ട്. സോ ഒരു പർട്ടിക്കുലർ ജോബിനെ കുറിച്ച്, ആ ഒരു പർട്ടിക്കുലർ ജോബ്, ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ഒരു പർട്ടിക്കുലർ ജോബ്, അത് ആ ജോബ് എന്താണ്, അതിൽ എന്തൊക്കെ ജോലികളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. സോ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൂടാതെ ആ ജോബ് ചെയ്യുന്നതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട എന്തൊക്കെ ക്വാളിറ്റീസ്, ക്വാളിഫിക്കേഷൻ, സ്കില്ല്, എക്സ്പീരിയൻസ് ഒക്കെ വേണം, അതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എല്ലാം ആദ്യം ഉണ്ടാക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെളിയിൽ എംപ്ലോയ്മെന്റ് പരസ്യമൊക്കെ കൊടുത്ത് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ആദ്യം നമ്മൾ ആ ജോബിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ് കംപ്ലീറ്റ്. എന്തൊക്കെ ജോലികളുണ്ട്, എത്ര മണിക്കൂർ ജോലിയുണ്ട്, എങ്ങനെയുള്ള ജോലികളാണ്, ആരോടാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ദെൻ ആ ജോലി ചെയ്യുന്നതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, സ്കിൽ എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് ഐഡന്റിഫിക്കേഷൻ. ഏതാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ് ദാറ്റ് ഈസ് ജോബ് അനാലിസിസ് ആണ്. മറന്നു പോരുത്, ജോബ് അനാലിസിസ്. ക്ലിയർ ആണോ? പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആട്ടോ ജോബ് അനാലിസിസ്. മനസ്സിലാക്കി തന്നെ പഠിക്കുക. 36ാമത്തെ, ഹു വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ MBO. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഈ MBOയുടെ ഫുൾ ഫോം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ? ഹെർണോൾഡ് വെയ്റിക്സ്, ജോർജ് ടെറി, ഹെൻറി ഫയർ, പീറ്റർ ഡ്രക്കർ. അത് ആരാണ് MBO ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് പീറ്റർ ഡ്രക്കർ ആണ് അല്ലെ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM, മറന്നു പോരുത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സോ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ റിസൾട്ട് is a management approach where managers and employees jointly set goals and define objectives to align individual efforts with the organizational goal. ഇവിടെ മാനേജേഴ്സും എംപ്ലോയീസും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഗോൾ സെറ്റ് ചെയ്യുന്നതും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതും അതിൽ ഓരോ വ്യക്തികൾ ചെയ്യേണ്ട ജോലികളെ കുറിച്ചും എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്,
ഒബ്ജക്റ്റീവ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ആണ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ ഡ്രക്കർ ആണ് കേട്ടോ. പീറ്റർ ഡ്രക്കർ. സോ അതിന്റെ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവിന്റെ പ്രോസസ്സ് ജസ്റ്റ് വേണമെന്ന് വായിച്ചു വിടുക. ഡിഫൈൻ ഓർഗനൈസേഷണൽ ഗോൾസ്, ഡിഫൈൻ എംപ്ലോയീസ് ഒബ്ജക്റ്റീവ്സ്, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ്, പെർഫോമൻസ് ഇവാലുവേഷൻ, പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്, then performance appraisal evaluation. Then 37ാമത്തെ ചോദ്യം. What is the acronym SMART specifies that the objectives should be? നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്മാർട്ട് ആണ്. എന്താണ് ഈ സ്മാർട്ട്? എന്താ സ്മാർട്ട്? യെസ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, 2 മെഷറബിൾ ആയിരിക്കണം, 3 അച്ചീവബിൾ ആയിരിക്കണം, 4 റിയലിസ്റ്റിക് അല്ലെങ്കിൽ റെലവന്റ് ആയിരിക്കണം, ദെൻ 5 ടൈംലി ആയിരിക്കണം അല്ലെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ദാറ്റ് ഇസ് സ്മാർട്ട്. സോ ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈംലി അല്ലെങ്കിൽ ടൈം ബൗണ്ടഡ്. ക്ലിയർ ആണോ? യെസ്. സോ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് അല്ലെങ്കിൽ റെലവന്റ് ആൻഡ് ടൈം ബൗണ്ടഡ്. ഇറ്റ്സ് എ ക്രൈറ്റീരിയൻ യൂസ്ഡ് ടു ഗൈഡ് ഇൻ ദ സെറ്റിംഗ് an institutional objective or aims. Then 38ാമത്തെ ചോദ്യം. Then what is the nurse patient ratio of a normal ward based on staff inspection unit? സ്റ്റാഫ് ഇൻസ്പെക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ SIU ന്റെ ബേസിസിൽ ഒരു നോർമൽ വാർഡിൽ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ നമ്മൾ രണ്ട് ക്രൈറ്റീരിയസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒന്ന് SIU പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് INC നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. സോ SIU ന്റെ ബേസിസിലാണെങ്കിൽ 1:8, 1:4, 1:6, 1:2 ജനറൽ വാർഡാണ്, നോർമൽ വാർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, 1:6 ആണ് കേട്ടോ. 1:6 ആണ്. INC വ്യത്യാസമുണ്ട്, മറന്നു പോരുത്. അത് അതുപോലെ പഠിച്ചോളാം രണ്ടും. സോ SIU ന്റെ നോക്കി, ജനറൽ വാർഡുകളാണെങ്കിൽ 1 സ്റ്റാഫ് നേഴ്സ് 1 സിസ്റ്റർ ഫോർ എവരി 6 ബെഡ് ആണ്. 1:6 ആണ്. സ്പെഷ്യൽ വാർഡുകൾ പീഡിയാട്രിക്സ്, ന്യൂറോ സർജറി, കാർഡിയാക് തൊറാസിക് ആണെങ്കിൽ 1:4 ആണ്. ഇനി ICU ICC ആണെങ്കിൽ 1:1 ആണ്. ലേബർ റൂം ആണെങ്കിൽ 1:1 ഈച്ച് ലേബർ ടേബിളിന് ഒരു സ്റ്റാഫ് ആണ്. OT-യിലാണെങ്കിൽ 2 സ്റ്റാഫ് നേഴ്സ് പെർ ടേബിൾ ഫോർ ഈച്ച് ഷിഫ്റ്റ് ആണ്. എമർജൻസി ആണെങ്കിൽ 1:1 ഫോർ വെന്റിലേറ്റർ ബെഡ്. Then other beds each shift 1:4 patient ആണ് എമർജൻസിയിൽ. ഇനി നഴ്സറിയിലാണെങ്കിൽ 1 സ്റ്റാഫ് നേഴ്സ് ഫോർ എവറി 2 ബെഡ്സ്. OPD-യിലാണെങ്കിൽ 1 സ്റ്റാഫ് നേഴ്സ് ഫോർ എവറി 100 പേഷ്യന്റ്. ഇൻ പേഷ്യന്റ് ബെഡ്സ് ആണെങ്കിൽ 1:6 ഈച്ച് ഷിഫ്റ്റ്. സോ SIU INC ക്രൈറ്റീരിയ പഠിച്ചോണം, എക്സാം ക്വസ്റ്റ്യൻ ആട്ടോ. 39ാമത്തെ ചോദ്യം. ഡോണ ബീഡിയൻ മോഡൽ ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് ബിലീഫ് മോഡൽ, മാനേജ്മെന്റ് മോഡൽ, ക്വാളിറ്റി അഷുറൻസ് മോഡൽ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഏതാണ് ഡോണ ബീഡിയൻ മോഡൽ? സ്ട്രക്ചർ പ്രോസസ് ഔട്ട്കം മോഡൽ. ഇറ്റ് ഈസ് ക്വാളിറ്റി അഷുറൻസ് മോഡൽ ആണ് അല്ലെ. QAയും QC ക്വാളിറ്റി അഷുറൻസും ക്വാളിറ്റി കൺട്രോളും മറന്നു പോരുത്. ഡോണ ബീഡിയൻ മോഡൽ. സോ 2 പഠിച്ചോണം, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സോ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ പ്രിവെന്റിംഗ് ഡിഫെക്ട്സ് ബൈ ഇംപ്രൂവിംഗ് പ്രോസസ്സസ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ പ്രോസസ്സുകളും, ഒരു കാർ ഉണ്ടാക്കുമ്പോൾ അതിന് പല സ്റ്റെപ്പുകളിലൂടെ കടന്നാൽ മതി. സോ അതിന്റെ ഓരോ പ്രോസസ്സും ഡിഫെക്ട്സ് ഇല്ലാതെ കൃത്യമായിട്ട് ഡിഫെക്ട്സ് ഫ്രീ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി അഷുറൻസിന്റെ ഫംഗ്ഷൻ. സോ ആ ഒരു പ്രോസസ്സുകളെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ആ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഡിഫെക്ട്സ് ഫ്രീ ആക്കും. എന്നാൽ ക്വാളിറ്റി അഷുറൻസ് അങ്ങനെയല്ല. ആ ഒരു പ്രോഡക്റ്റ് ഏറ്റവും അവസാനം അത് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യാണ് ഓൾറെഡി ഉള്ള സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് മെത്തേഡ് ആണ് ആൻഡ് പ്രോസസ് ഓറിയന്റഡ് ആണ്. എന്നാൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ആൻഡ് പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. ആ പ്രോഡക്റ്റ് നിർമ്മിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എറർ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ക്വാളിറ്റി അഷുറൻസ് മോഡലുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ജസ്റ്റ് 5 ഒന്ന് ഓർത്തിരിക്കുക. അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ മോഡൽ ബൈ ലോങ് ആൻഡ് ബ്ലാക്ക് 1975. ഡോണ ബീഡിയൻ സ്ട്രക്ചർ പ്രോസസ് ഔട്ട്കം മോഡൽ, എക്സാം ക്വസ്റ്റ്യൻ. Then വിൽസൺസ് ഇൻപുട്ട് പ്രൊസീജിയർ മെത്തേഡ് ആൻഡ് ഔട്ട്കം മോഡൽ. അടുത്ത 2 ഇമ്പോർട്ടന്റ് ആണ്. ഫോക്കസ് PDCA മോഡൽ ആൻഡ് PDSA മോഡൽ. ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആണ്. PDCA മോഡൽ എന്ന് പറഞ്ഞാൽ ഫോക്കസ്, ഫൈൻഡ്,
organize, clarify, understood, select. Then PDCA, plan, do, check, act model. ഇത് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത വാൾട്ടർ എ ഷവാർട്ട് ആണ്. പോപ്പുലറൈസ് ചെയ്യുന്ന എഡ്വേർഡ് ഡെമിംഗ് ആണ്. എന്നാൽ ഈ PDSA ഉണ്ട്, ഇത് എഡ്വേർഡ് ഡെമിംഗ് ആണ്. എഡ്വേർഡ് ഡെമിംഗ്, PDSA സൈക്കിൾ, എഡ്വേർഡ് ഡെമിംഗ്. യെസ്, എഡ്വേർഡ് ഡെമിംഗ് ആരാണ്? എഡ്വേർഡ് ഡെമിംഗ്. മറന്നു പോരുത്, ക്ലിയർ ആയിട്ട് പഠിച്ചോണം. ഞാൻ നേരത്തെ പറയും TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ഡെമിംഗ് ആണ്. എഡ്വേർഡ് ഡെമിംഗ് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എഡ്വേർഡ് ഡെമിംഗ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. എഡ്വേർഡ് ഡെമിംഗ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാൻ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ TQM, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM, എഡ്വേർഡ് ഡെമിംഗ്. സോ PDSA എന്ന് പറയാൻ പ്ലാൻ, ഡു, സ്റ്റഡി, ആക്ട് എന്നാണ് കേട്ടോ. ഇത് രണ്ടും പഠിച്ചോണം, PDCA മോഡലും PDSA മോഡലും. Then quality management model by OBRA, Omnibus Budget Reconciliation Act 1987. ഇതെല്ലാം ക്വാളിറ്റി അഷുറൻസ് മോഡൽസ് ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. Then the last question, the period between placing the order and receiving the stores is called. The period between placing the order and receiving the items അല്ലെങ്കിൽ സ്റ്റോക്ക്. നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നവരുള്ള ടൈം പീരീഡ് പറയുന്ന പേരെന്താണ്? റീഓർഡർ ടൈം, ഷെൽഫ് ലൈഫ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് ലെറ്റ് ടൈം. സോ ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് ലെറ്റ് ടൈം ആണ് അല്ലെ. കഴിഞ്ഞ കേരള PSC എക്സാം ക്വസ്റ്റ്യൻ ലെറ്റ് ടൈം. ഇനി റീഓർഡർ ടൈമും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താ? അതും ഇപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇൻവെന്ററി മാനേജ്മെന്റ് മെട്രിക് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പോയിന്റ് അറ്റ് വിച്ച് ന്യൂ സ്റ്റോക്ക് ഷുഡ് ബി ഓർഡേഡ് ടു അവോയ്ഡ് റണ്ണിങ് ഔട്ട്. ഒരു പർട്ടിക്കുലർ സാധനം നമുക്ക് പുതിയത് വാങ്ങണമെങ്കിൽ ഇത്ര ദിവസം എടുക്കും, നമ്മുടെ കയ്യിൽ ഇനി ഇത്ര ബാക്കിയുള്ളൂ. ഇപ്പൊ ഒരു 5 ദിവസം എടുക്കുമെന്ന് കരുതുക, 5 ദിവസം. അപ്പൊ നമ്മൾ അതിനു മുന്നേ അത്രയും ദിവസം കൂടി മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനങ്ങൾ ഒരു നിശ്ചിത എണ്ണം ആകുമ്പോൾ തന്നെ ഓർഡർ ചെയ്യണം. എങ്കിലേ ഈ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന സാധനം തീരുമ്പോൾ അടുത്ത സ്റ്റോക്ക് കിട്ടുള്ളൂ അല്ലെ. ലെറ്റ് ടൈം നോക്കണം, ലെറ്റ് ടൈം നോക്കി മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓരോ ദിവസം എത്ര ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു പർട്ടിക്കുലർ സാധനം ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതിന്റെ ലെറ്റ് ടൈം എത്ര ദിവസമാണ് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ടൈം. സോ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്രയും നേരത്തെ നമ്മൾ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ ഓർഡർ ചെയ്യണം. ആ ഒരു ലെവലിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു പർട്ടിക്കുലർ ഓർഡർ ചെയ്യുന്ന ലെവലിനെ വിളിക്കുന്ന പേരാണ് റീഓർഡർ ലെവൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? തീർന്നു പോകും അല്ലെ, തീർന്നു പോകും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകും സാധനം. അതുണ്ടാവാൻ പാടില്ല. ഒരു നിശ്ചിത എണ്ണം എത്തുമ്പോൾ തന്നെ അടുത്ത സാധനം ഓർഡർ ചെയ്യണം, അടുത്ത ലിസ്റ്റ് അല്ല അടുത്ത ഐറ്റംസ് ഓർഡർ ചെയ്യണം നിശ്ചിത എണ്ണം. ആ ലെവലിൽ പറയുന്ന പേരാണ് റീഓർഡർ ലെവൽ. സോ ഇതിന്റെ ഫോർമുല പഠിച്ചോണം. ആവറേജ് ഡെയിലി യൂസേജ് ഇൻറ്റു ലെറ്റ് ടൈം പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക് ആണ്. ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ പഠിച്ചതാണ്, മറന്നുപോരുത്. റീഓർഡർ ലെവൽ ആവറേജ് ഡെയിലി യൂസേജ് ഇൻറ്റു ലെറ്റ് ടൈം പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക് ആണ്. ഇനി എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ അധികം മറ്റ് അനാവശ്യ ചെലവുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട്, അനാവശ്യ ചെലവെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം വാങ്ങി സ്റ്റോർ ചെയ്യുക അല്ലെ. കൃത്യമായ എണ്ണം മാത്രം, ആവശ്യത്തിന് മാത്രം മേടിക്കുക, അതാണ് എക്കണോമിക്കൽ ഓർഡർ ക്വാണ്ടിറ്റി. സോ ഇൻഡിക്കേറ്റ് ദ ഓപ്റ്റിമൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഓർഡർ ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് പർച്ചേസ്, ഡെലിവറി ആൻഡ് സ്റ്റോറേജ് ഓഫ് എ പ്രോഡക്റ്റ്. അധികം മിസ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ അധികം ചെലവുകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് വരാവുന്ന ചെലവുകൾ ഒഴിക്കണം, ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ ഓർഡർ ചെയ്യുക, അതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത്, എല്ലാ അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്കും കവർ ചെയ്ത്, പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം ഞാൻ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് DME എക്സാമിന് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. സോ ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഓടിച്ച് 40 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കേട്ടോ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി DME സ്റ്റാഫ് നഴ്സ് PSC എഴുതാൻ പറ്റുന്ന എല്ലാവർക്കും നഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ പുതിയ ബാച്ച് നമ്മൾ ഓഗസ്റ്റ് 1 സ്റ്റാർട്ട് ചെയ്യാണ്. അവരുടെ ഓറിയന്റേഷൻ ക്ലാസ് ജൂലൈ 25-നാണ്. അതുപോലെ നഴ്സിംഗ് ട്യൂട്ടറിന്റെ ബാച്ചിന്റെ ഓറിയന്റേഷൻ ക്ലാസ് 23-ാം തീയതിയാണ് നടക്കുന്നത്. സോ BSc നഴ്സിംഗ് കഴിഞ്ഞ എല്ലാവർക്കും നഴ്സിംഗ് ട്യൂട്ടർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ MSc നഴ്സിംഗ് കഴിഞ്ഞ എല്ലാവർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ആണ്, ഗസറ്റഡ് പോസ്റ്റ് ആണ്. സോ അത്യാവശ്യം നല്ല പോസ്റ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ നഴ്സിംഗ് കോളേജുകൾ ജില്ലകളിലും നഴ്സിംഗ് കോളേജ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
സോ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റുകാർക്കൊക്കെ. സോ അടുത്ത ലിസ്റ്റുകാർക്കും അതുപോലെ തന്നെ നല്ല ചാൻസ് ആണ് ഈ എക്സാം എന്ന് പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കാരണം ഇപ്പൊ പഠിച്ചു നിങ്ങൾക്ക് ഒരു വർഷത്തിലധികം സമയം പഠിക്കാനായിട്ട് കിട്ടും എന്നുള്ള ഒരു ഡൗട്ടും ആർക്കും വേണ്ട. സോ ഇത്രയും വേഗം പഠിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ വരുന്ന ഹോമിയോപ്പതി, അതുപോലെ ഡിസംബറിൽ നടക്കുന്ന നിംഹാൻസ് എക്സാം, ജിപ്മർ എക്സാം പോലുള്ള എക്സാമുകൾക്ക് വേണ്ടി നമ്മളൊരു 6 months അതുപോലെ റെയിൽവേ എക്സാം, എയിംസ് നോർത്ത് എക്സാമിന് വേണ്ടി ഒരു 6 months ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ റിവിഷനും അതുപോലെ മോഡൽ എക്സാമുകളും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോഡൽ എക്സാം എല്ലാം ഉൾപ്പെടുന്നതാണ് ആ 6 months കോഴ്സ് എന്ന് പറയുന്നത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് സോ DME എക്സാമിന് ശേഷം 2 ദിവസം സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. ആത്മാർത്ഥമായിട്ട് പഠിത്തം നിർത്തരുത്. നമ്മുടെ ഗോള് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം കയ്യിൽ കിട്ടുന്നത് വരെ എല്ലാ അവസരങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ.